ചെയ്യാത്ത നന്മകൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ നന്മകളൊക്കെ ഓർക്കുമ്പോൾ എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് എന്ന് ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ആരാധനയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ രാവിലെ സമയം നിന്റെ മക്കളാകുന്നു ഞങ്ങൾ ഇത് സന്നിധിയിൽ കടന്നു വരുന്നു. കർത്താവിന്റെ സന്നിധിയിൽ 2 or 3 പേർ കടന്നു വരുമ്പോൾ അവരുടെ മധ്യത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ട് എന്നുള്ള വാർത്തകൾ ഞങ്ങൾ ഇന്ന് പകൽക്കാലം ഓർക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യയിൽ ഇന്ന് ഉള്ളത് കൊണ്ട് ഞങ്ങളുടെ ആരാധനയെ അനുഗ്രഹിക്കുവാൻ, ആത്മാവിന്റെ സത്യത്തിലും ദൈവത്തെ ആരാധിക്കുവാൻ, പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ ഞങ്ങൾ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് പകൽക്കാലം ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവേ, ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാൻ, പ്രത്യേകിച്ച് അങ്ങയുടെ ദാസിപ്പാട്ട് ലീഡ് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ട്, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ട് ഞങ്ങൾ എല്ലാവരും ആത്മാവിൽ പാടി ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ദൈവം സഹായിക്കണമേ. എന്ന് ഒരുമിച്ചുള്ള ആരാധനയാൽ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രയാസ പ്രതികൂലങ്ങളൊക്കെ മാറിപ്പോകട്ടെ, രോഗസൗഖ്യമുണ്ടാകട്ടെ. കർത്താവേ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനത്തിൽ കൂടി ഞങ്ങളോട് സംസാരിക്കണമേ. വചനം സംസാരിക്കുന്ന ഞങ്ങളുടെ ദാസിയെയും കർത്താവിന്റെ ആത്മാവിനാൽ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. കർത്താവ് ദൈവസന്നിധി ഞങ്ങളുടെ ഹൃദയങ്ങളെ പകർന്ന് ഞങ്ങളുടെ ആവശ്യങ്ങളെ ദൈവസന്നിധി നിരത്തി വയ്ക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം തന്നെ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ശബ്ദം കേൾന്ന് എല്ലാ വിഷയങ്ങൾക്കും ഇന്ന് പകൽക്കാലം ഉത്തരം ലഭിക്കുന്ന ഒരു ദിവസമാക്കി തീർക്കുന്ന ഒരു സ്തോത്രം. ആരാധനയുടെ ആരംഭം മുതൽ അവസാനം വരെ എല്ലാ ശുശ്രൂഷകളിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ ഇടപെട്ട് എല്ലാം ദൈവത്തിന്റെ ഹിതപ്രകാരമായി തീരുവാൻ ദൈവം സഹായിക്കുന്നതുകൊണ്ട് സ്തോത്രം. അവിടുത്തെ കൃപയാൽ എല്ലാവരെയും നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടുകൊണ്ട് ഞങ്ങൾ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവമുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രത്യാശയുടെ ഗാനമാണ്. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്ന ഓരോ സംഭവങ്ങൾ കാണുമ്പോൾ നമുക്ക് പ്രത്യാശയുടെ ഗാനം പാടി ദൈവത്തെ ആരാധിക്കാം. മന്നാ ജയ ജയ മന്നാ ജയ ജയ മാനുവേലനേ മഹേശ മഹാരാജനേ മഹേശ മഹാരാജനേ മന്നാ ജയ ജയ മന്നാ ജയ ജയ മാനുവേലനേ
ഉറവിടം ക്രിസ്തുവത്രേ. നാവിനാൽ അവനെ ഘോഷിക്കാം. അവനത്രേ പാപഹാരൻ, സഞ്ജീവനായൻ എന്നെയും വീണ്ടെടുത്തു. അവനത്രേ പാപഹാരൻ,
ഈ രാവിലെ നമുക്ക് എഴുന്നേൽക്കുവാൻ നമുക്ക് ശക്തി തന്ന ദൈവത്തിന്റെ ആദ്യമായി നമുക്ക് സ്തുതി പാടാമല്ലോ. ദൈവം പരിശുദ്ധനാണ്, നല്ലവനാണ്, ഉന്നതനാണ്, ഉയർന്നവനാണ്, ശാശ്വതവാസിയും പരിശുദ്ധ നാമമുള്ളവരുമാണ്. ഈ രാവിലെ നമ്മൾ ആരാധിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണ്. നമ്മളെ ചേർത്തുവാൻ വീണ്ടും വരുന്ന കർത്താവിനെയാണ്. നമ്മൾക്ക് വേണ്ടി അവസാനത്തെ രക്തം പോലും കാൽവരിയിൽ ചൊരിഞ്ഞതായ ആ വലിയൊരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ ദൈവത്തിന്റെ മുമ്പിൽ നമുക്ക് വാമുട്ടിയിരിക്കുവാൻ കഴിയില്ല. അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. ആരാധിക്കുവാൻ യോഗ്യനായ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ നമുക്ക് തന്ന പ്രിവിലേജിനായി ഈ രാവിലെ സമയം നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ രാവിലെ അനേക വിഷയങ്ങളെ ഓർത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണല്ലോ. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെ നടത്തിയ വിധങ്ങൾ, നമ്മളെ കൊണ്ടുവന്ന വഴികൾ, ആമേൻ, നമ്മൾ ചോദിച്ചത് മാത്രമല്ല നിലയ്ക്കാത്തതുപോലും നമ്മുടെ ജീവിതത്തിൽ നൽകി തന്നത് നമുക്ക് ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെയും ഈ ഭൂമിയിൽ നൽകി തന്ന ആ വലിയവനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാമല്ലോ. ആമേൻ. സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു എന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് വ്യക്തമായി പറയുന്നല്ലോ. നമുക്ക് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ പുകഴ്വാനോ പ്രശംസിപ്പാനോ ഒന്നുമില്ല. എല്ലാം അങ്ങയുടെ ദാനം. നമ്മൾ ശ്വസിക്കുന്ന പ്രാണവായു പോലും ദൈവത്തിന്റെ ദാനമാണ്, നമ്മൾ ചോദിച്ചതല്ല. എന്നാൽ ഹല്ലേലൂയ ഓരോ നിമിഷവും നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വായു ദൈവം നമുക്ക് തന്നത് ഹല്ലേലൂയ അവന്റെ ദാനമാണ്. ആമേൻ. ഹല്ലേലൂയ. നമുക്കൊരു പ്രത്യാശയുണ്ട്, നമുക്കൊരു നല്ല നാളെയുണ്ട്. ഈ ലോകത്തിലെ കഷ്ടങ്ങളും ഭാരങ്ങളും വേദനകളും മാറി ആമേൻ ഹല്ലേലൂയ നമ്മൾ പറന്നു പോകുന്ന ദിനമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഈ രാവിലെ സമയം ഹല്ലേലൂയ തന്റെ മക്കൾ ഹല്ലേലൂയ പ്രകൃതി പോലും ഈറ്റുന്നോടിരിക്കുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഒരുവന് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള കൃപ ഈ ദിവസങ്ങൾ നമുക്ക് ഏറ്റെടുക്കാമല്ലോ. പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട്. ആമേൻ ഹല്ലേലൂയ. പല മീഡിയയിൽ കൂടെ പ്രസംഗിക്കാൻ കേൾക്കാറുണ്ട്. എന്നാൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ ഇന്ന് ജനം തീരെ കുറഞ്ഞ ഒരു കാലഘട്ടമാണ്. കർത്താവ് പറഞ്ഞ സന്നിധിയിൽ നീ കടന്നു വന്ന് ആമേൻ എന്നോട് വിളിച്ചപേക്ഷിക്കാം, ഞാൻ നിനക്ക് ഉത്തരമരുളുന്ന ദൈവമാണ്. ഹല്ലേലൂയ. എല്ലാ യാമങ്ങളിലും ദൈവത്തെ സ്തുതിപ്പാനുള്ള കൃപ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആമേൻ. ഹല്ലേലൂയ. അവൻ എന്റെ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് ദൈവത്തോടുള്ള ധൈര്യമാണല്ലോ. ഈ രാവിലെ സമയം വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ആദ്യമായി നമ്മുടെ ഈ സഭയെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ചില മാസങ്ങൾക്ക് മുമ്പ് ഈ സഭയുടെ ആരംഭിപ്പാൻ ഈ ഭവനം നമുക്ക് ചുരുക്കം പേർക്കാണെങ്കിലും കടന്നു വന്ന ദൈവത്തെ ആരാധിപ്പാൻ, സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ആമേൻ ദൈവം ഒരുക്കുന്ന ഈ വലിയ ഭാഗ്യത്തിനായി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഈ ഭൂമിയില് ഈ സഭയിൽ അനുഗ്രഹിക്കപ്പെട്ട സഭയായി തീരുവാൻ, അനേകരായി ഈ സഭയിൽ കടന്നു വരുവാൻ ആമേൻ സഭ ആഗ്രഹിക്കുന്നത് പോലും പ്രാർത്ഥിക്കുന്നത് പോലെ ഒരു വലിയ ഒരു ഫെസിലിറ്റി, ഒരു നല്ല ഫെസിലിറ്റി ഈ സഭയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുവാൻ ആമേൻ അനേക ജീവിതങ്ങൾ കടന്നു വന്ന് സ്നാനപ്പെടുവാൻ ദൈവം നമുക്ക് വിശ്വാസത്തോടെ ആശയ്ക്ക് വിരോധമായ ആശയോടെ നമുക്ക് വിശ്വസിച്ചുകൊണ്ട് രാവിലെ സമയം പ്രാർത്ഥിപ്പാം. പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട് ദൈവമക്കളെ. നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചവരാണ് ഈ ഓൺലൈനിൽ കൂടി എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ. മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. നിങ്ങളെ വിഷയത്തിൽ കൂടി കടന്നു പോകുന്നവരാണോ? പുറത്തു പറയുവാൻ കഴിയാത്ത ഭാരത്തിലാണോ നിങ്ങൾ? എങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നത് നീ ഭാരപ്പെടേണ്ട, നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്റെ ചാരത്തുണ്ട്. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഇതാകുന്നു നേരായ പാതയെന്ന് കേൾപ്പിക്കുന്ന
ഒരു ശബ്ദം നിന്റെ പുറകിൽ കേൾക്കും. അത് മറ്റാരുടെയുമല്ല, നിന്നെ സഹായിപ്പാൻ മറ്റാരും കാണുകയില്ല. രാത്രിയുടെ യാമങ്ങളിലൊക്കെ നീ എഴുന്നേറ്റ് കരയുന്ന ഒരു വ്യക്തിയാണോ എങ്കിൽ ദൈവത്തിന്റെ ആത്മാവ്യക്തമായി അവരെ സമയം നിന്നോട് പറയുകയാണ്, ദൈവം നിനക്ക് അനുകൂലമാണ്. ഒരു ശക്തിക്കും നിന്നെ തകർത്ത് കളയുവാൻ സാധ്യമല്ല. നീ ഞരങ്ങുന്ന ഒരു വ്യക്തിയാണോ? നീ കരയുന്ന ഒരു വ്യക്തിയാണോ? എന്റെ ഈ ഭാരം ഞാൻ ആരോട് പറയുന്നുവെന്ന് ഉള്ളിൽ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയാണോ എങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി രാവിലെ സമയം ഹല്ലേലൂയ. പ്രിയ മാതാവേ, പ്രിയ പിതാവേ, ആമേൻ. സഹോദര സഹോദരി, അങ്ങയോട് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി പറയുന്നു, ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ സമയമായിരിക്കും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സമയത്ത് അനേക ജീവിതങ്ങൾ കടന്നു വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ 2 ദൈവദാസന്മാരെയും അവരുടെ കുടുംബങ്ങളെയും ദൈവത്തിൽ സമർപ്പിക്കാം. ചില മക്കൾക്ക് ഇങ്ങനൊരു ബേർഡന് ദൈവം കൊടുത്തു സ്തോത്രം. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ. ആരോഗ്യവും ബലവും ഒക്കെ ഇതിന്റെ മക്കൾക്ക് കൊടുത്ത് ഇതിന്റെ മക്കളെ നടത്തുന്നതിനായി അവരുടെ ആവശ്യങ്ങൾ കൂട്ടാളിയായിരിക്കുന്നതിനായി നമുക്ക് ഈ 2 ഭവനങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും ഓർത്തുകൊണ്ട് അവരുടെ കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജോൺ തോമസ് പാസ്റ്റർ നാട്ടിലായിരിക്കുന്നുവല്ലോ. അവിടെ ആയിരിക്കുമ്പോൾ ഒക്കെയും ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും, ആമീൻ, നോർത്ത് ഇന്ത്യയുടെ ഭാഗത്തുള്ള പ്രവർത്തനങ്ങളിലും നാടിന്റെ പ്രദേശത്തുള്ള പ്രവർത്തനങ്ങളിലുമെല്ലാം ആമീൻ വലിയ അനുഗ്രഹം ഉണ്ടാകുവാൻ അനേകര് ആമീൻ ദൈവത്തെ മനസ്സിലാക്കി ദൈവത്തിന്റെ നാമം എന്താണെന്ന് മനസ്സിലാക്കി കടന്നു വരുവാൻ തന്റെ മകനിൽ കൂടി വലിയ ശുശ്രൂഷകളെ ദിവസത്തിൽ ചെയ്തെടുക്കുവാൻ തക്കവണ്ണം നമുക്ക് ആ ദൈവദാസനെ കുടുംബമായി ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ആമേൻ. ഡോക്ടർ നെൽസൺ ജോൺ പാസ്റ്ററെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തന്റെ മകനിൽ കൂടി ചെയ്യുന്ന എല്ലാ വേലകളും ആമീൻ നിസ്വാർത്ഥമായി തന്റെ മകൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആമീൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതായി തീരുവാൻ ദൈവദാസനെ കുടുംബമായി ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ആമീൻ. ഈ പ്രിയാചാര്യ ഒന്നിശയും ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ഇങ്ങനെ ഒരു ഫെസിലിറ്റിയിൽ ആമേൻ ഒരുമിച്ച് നമുക്ക് ആരാധിക്കാൻ തക്കവണ്ണം ഈ കുടുംബം ആമേൻ ഹല്ലേലൂയ നമ്മോട് കാണിക്കുന്ന സ്നേഹത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ കവിയുന്ന അളവിനെ കൊടുത്ത് ഈ കുഞ്ഞുങ്ങളെ മാനിക്കുവാൻ പ്രിയ സജീവർ ആമേൻ സിസ്റ്റർ ബിന്ദു സിസ്റ്റർ അതുപോലെ തന്നെ ബബീന മോളെ എല്ലാം ഓർത്തുകൊണ്ട് ഈ കുടുംബത്തെ കൃത്യമായി ഓർത്തുകൊണ്ട് നമുക്ക് ഈ രാവിലെ സമയം പ്രാർത്ഥിക്കാമല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ആര്യ സിസ്റ്ററെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രസാദി അമ്മയെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്ക് ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങൾ പിന്നെ കുടുംബമായി ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അടികളെ കുടുംബമായി ദൈവകരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾ ദിവസങ്ങളിൽ നാടിന്റെ പ്രദേശത്തേക്ക് കടന്നു പോകുന്നു. അവിടെ ആയിരിക്കുമ്പോഴൊക്കെയും ആമേൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൊക്കെ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം സഭ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഈ സമയം ഞങ്ങൾ ഓർപ്പിക്കുകയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കണമേ. അവരുടെ ഭാവി ധന്യമായി തീരുവാൻ തക്കവണ്ണം അവരുടെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതായി തീരുവാൻ തക്കവണ്ണം ദൈവം ഹല്ലേലൂയ കുഞ്ഞുങ്ങൾ നിത്യതയിൽ കാണുവാൻ തക്കവണ്ണം ആമേൻ. ആമേൻ. ലോകത്തിന്റെ കളങ്കങ്ങളൊന്നും ഈ കുഞ്ഞുങ്ങളെ ഏശാതെ ആമേൻ പരിപാലിക്കുന്നവർക്ക് എല്ലാ കുഞ്ഞുങ്ങളെയും പതിച്ചുകൊണ്ട് നമുക്ക് ഈ രാവിലെ സമയം പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ. നമ്മുടെ ജസ്റ്റിനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ആമേൻ. ചില ദിവസങ്ങളായി നമ്മൾ ഒരുമിച്ച് കടന്നു വന്ന് ആമേൻ അതിനെ ആരാധിക്കുവാൻ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ കാണിക്കുന്ന എല്ലാ താല്പര്യത്തിനായും ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. തന്റെ മകന് ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവം തന്റെ മകനെ നടത്തുന്നതിനായി കുടുംബത്തെ നടത്തുന്നതിനായി നമുക്ക് ഈ രാവിലെ സമയം പ്രാർത്ഥിക്കാമല്ലോ. ഈ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് ചർച്ചയുടേതായിട്ടുള്ള വിഷയങ്ങളും ഈ ചർച്ചയിലുള്ള കുടുംബങ്ങളെ എല്ലാം ഓർത്തുകൊണ്ട് ഒരാൾക്ക് ശബ്ദമുയർത്തി ദീർഘമായി പ്രാർത്ഥിക്കാമല്ലോ. Hallelujah, 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 hallelujah. ദൈവത്തിന്റെ മഹത്വം ദൈവത്തിന്റെ മഹത്വം ദൈവത്തിന്റെ മഹത്വം ദൈവത്തിന്റെ മഹത്വം ഹല്ലേലൂയ സ്തോത്രം 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 കർത്താവേ അങ്ങേ മഹത്വപ്പെടുന്നപ്പോൾ അങ്ങേ സ്തുതിക്കുന്നു
നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേട്ടുകൊണ്ട് സ്തോത്രം ചെയ്യും. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമ്മുടെ മധ്യത്തിലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന രോഗികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രണ്ട് വിഷയങ്ങളെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. നമ്മുടെ പ്രാർത്ഥന രോഗത്തിന്റെ മേല് സൗഖ്യം തരുന്ന ഒരു കർത്താവ് നമുക്ക്, കർത്താവിനെ തൊട്ടവരും കർത്താവ് തൊട്ടവരും സൗഖ്യമാണ്. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ സൗഖ്യമുണ്ട്, അവന്റെ തുപ്പലിൽ സൗഖ്യമുണ്ട്, അവന്റെ നോട്ടത്തിൽ സൗഖ്യമുണ്ട്. ആമേൻ. അവനൊന്ന് പറഞ്ഞാൽ അവന്റെ വാക്കിൽ കൂടെയും ആമേൻ സൗഖ്യം വ്യാപരിക്കുന്നു. ഇതൊക്കെയും തിരുവചനത്തിൽ കൂടി നമ്മൾ അറിഞ്ഞ സത്യങ്ങളാണല്ലോ. ഇന്ന് രാവിലെ
നമ്മൾ ഹല്ലേലൂയ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഹല്ലേലൂയ തന്റെ മക്കൾക്ക് ഹല്ലേലൂയ ഏത് ഭാഗത്തെ രോഗസൗഖ്യം വേണമോ അവിടെ ദൈവം കൊടുത്ത് നടത്തുവാൻ ശക്തനായ ദൈവമാണ്. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമല്ലോ. പാസ്റ്റർ KJ മാത്യു പാസ്റ്ററെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മൾ സിസ്റ്റർ സുമിയെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. സാംകുട്ടി ബ്രദറിനെ പാസ്റ്റർ സാംകുട്ടി പാസ്റ്ററെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ പാസ്റ്റർ അറിയിച്ചതുപോലെ തന്നെ ഡോക്ടർ താന്നിക്കലിന്റെ സണ്ണിലും ഡോക്ടർ ഹെൻഡേഴ്സൺ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. ആ കുടുംബം ദുഃഖത്തിലായിരിക്കുന്നല്ലോ. ആ കുടുംബത്തെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ട് വിഷയങ്ങളെ ഓർത്തുകൊണ്ട് ചുരുക്കമായി നാം ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കാമല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ഓർമ്മയിൽ ആരെങ്കിലും സിക്കായി ഭാരപ്പെടുന്നുണ്ടെങ്കിൽ അവരെയും വഹിച്ചുകൊണ്ട് നമുക്ക് ഈ രാവിലെ സമയം പ്രാർത്ഥിപ്പാൻ ഉള്ള സമയമുണ്ട്. നമുക്ക് ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കുന്ന വല്ല ശക്തിയാണ്. നമ്മളെല്ലാവരും പ്രാർത്ഥനയുടെ ബലത്തിൽ നിൽക്കുന്നവരാണ്. നമ്മുടെ മനോമണ്ഡലങ്ങൾ പലപ്പോഴും ഹല്ലേലൂയ എന്ത് ചെയ്യണമെന്ന് നമ്മൾ ചിന്തിച്ച് ഹല്ലേലൂയ പല ഭാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും പ്രാർത്ഥനയുടെ ശക്തി നമ്മൾ അനുഭവിച്ചറിഞ്ഞവരാണ്. രാവിലെ സമയം ഈ രണ്ട് വിഷയങ്ങളെ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാമല്ലോ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. സ്തോത്രം, 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 സർവശക്തനാണ്. ദൈവത്തിന്റെ ആവശ്യകരമായ വിഷയങ്ങളെല്ലാം നിനക്ക് വേണ്ടി അധികം പ്രയോജനമുള്ളവരായി ശക്തിപ്പെടുവാനുള്ള കൃപ ശരീരത്തിലെ കർത്താവ് ശക്തി കുടുംബത്തോട് മനസ്സലയും പൂർവാധികം ശക്തി പ്രാപിച്ചെടുത്താവേ റുട്ടീനിലേക്ക് മടങ്ങി വരുവാന് നിന്റെ മകളെ വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾ പ്രയാസങ്ങളും നിന്റെ നാമത്തോടെ സമാധാനത്താലവരെ നിറയ്ക്കണമേ ശുശ്രൂഷകളെ നടത്തുമാറാകണമേ കർത്താവേ. പൂർണ്ണമായ കർത്താവേ ദൈവസമാധാനത്താൽ അവരുടെ ഓരോരുത്തരുടെയും മഹത്തോട് രോഗികളായിരിക്കുന്നുവെങ്കിൽ സൗഖ്യമാക്കണമേ സൗഖ്യമാക്കുവാൻ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭരണാധികാരികളോട് പ്രാർത്ഥിക്കുന്ന നീ തന്നെ വിരോധമായി ഒന്നും വരാതെ നാമത്തിൽ തന്മയുടെ യാചിക്കുന്ന കൃപയുള്ള അനേകരെ പല വിധത്തിലുള്ള ഭാരത്താൽ കഴിഞ്ഞു പോകുന്നവരുണ്ട്. കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു ബ്രസ്റ്റും ക്യാൻസറായിട്ട് ഭാരപ്പെടുന്ന ഒരു സഹോദരി വളരെ യങ്ങാണ്. അവര് പുറത്തവരുടെ പേരുകൾ പറയാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് നമ്മളോട് രഹസ്യമായി അതായത് സ്പോക്കൺ റിക്വസ്റ്റ് ആയിട്ട് പറഞ്ഞതാണ്.
നിങ്ങൾ ആ കുടുംബത്തെ ഓർത്ത്, സഹോദരിയെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കണം. പേരൊന്നും പറയാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ പല വിധത്തിലും പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അമ്മ നമ്മുടെ പലപ്പോഴും ഞാൻ ഓർക്കുന്നത് പോലെ ഇന്നർ ഓർഗൻസിനെ ഒന്നും നമ്മൾ കണ്ടതല്ല. എന്നാൽ നക്ഷത്രഗോളങ്ങളെ അതതിന്റെ സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്നതുപോലെ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ഓർഗൻസിനെയും അതിന്റെ സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തിയ എത്ര അതിശയകരമായി നടത്തുന്ന ദൈവമാണ് നമുക്ക്. ദൈവത്തിന്റെ വചനം നമ്മോട് ഇങ്ങനെ രാവിലെ സമയം പറയാം, എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗശാന്തിയോടുകൂടെ ഉദിക്കും. നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിരുന്നുവെന്ന് പശുക്കിടാക്കളെ പോലെ തുള്ളിച്ച. നമുക്ക് ആ വചനം ഇന്ന് രാവിലെ സമയം നമുക്ക് ഏറ്റെടുക്കാം. വീണ്ടും നമ്മുടെ രോഗികളെ ഓർത്തുകൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിലും ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതുപോലെ മീഡിയയിൽ കൂടെ കണ്ടതുപോലെ പ്രിയ പാസ്റ്റർ ജോസ് പാപ്പച്ചൻ ആൻഡ് ഷീജ സിസ്റ്റർ അവർ കടന്നു പോകുന്ന വേദനകൾ നമ്മൾ അറിയുന്നു. 5 വർഷത്തേക്ക് അവരെ ജയിലിൽ അവരെ ഇട്ടിരിക്കുകയാണ്. എന്നാൽ ദൈവമക്കളെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം, അവർക്ക് 2 ആൺമക്കളുണ്ട്. ഒരിക്കലും മാതാപിതാക്കന്മാർ കടന്നു പോകുന്ന വേദനയിൽ കൂടിയ കുഞ്ഞുങ്ങൾ ഒരിക്കലും ഈ ദൈവകർമ്മ വിട്ടുപോകുവാനിടയാണ്. അവർ ദൈവത്തെ കൂടുതൽ മുറുകെ പിടിക്കുവാൻ, അവർക്ക് വേണ്ടുന്ന കൈത്താങ്ങൽ ഈ ദിവസങ്ങളിൽ അനേകരെ അവർക്ക് കൊടുക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എത്രയും വേഗം ആ കേസ് വീണ്ടും അത് അവരുടെ സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്റെ കർത്താവിന്റെ കരം ഹല്ലേലൂയ രേഖ മാറ്റി എഴുതിയതുപോലെ ഹല്ലേലൂയ പത്രോസിനെ തടവിലാക്കുവാൻ അവർ പ്രാപിച്ചതിന്റെ തലേ രാത്രിയിൽ ഇറങ്ങി വന്നതായ കരം ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ ആ ജയിലടിക്കുള്ളിൽ കർത്താവിന്റെ കരമിറങ്ങണം. ആ ജഡ്ജിയുടെ മനസ്സിൽ കർത്താവിന്റെ കരമിറങ്ങണം. ദൈവത്തോടെ പ്രവർത്തിക്കണം. സംഭവിക്കുന്നതിനായി നമുക്ക് ഒരുമിച്ച് ആ കുടുംബത്തെ വളർത്തിക്കൊണ്ട് നമുക്ക് രാവിലെ സമയം പ്രാർത്ഥിക്കാമല്ലോ. അതുപോലെ തന്നെ നമ്മള് ഈ രാജ്യത്തെ പോലെ ഈ രാജ്യത്തിന്റെ നന്മകൾ നാം നമ്മുടെ കുഞ്ഞുങ്ങളും ഒക്കെ അനുഭവിക്കുന്നു. നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. തന്റെ സ്വന്തം ജനമായ ഇസ്രായേലിനെ പോലും ഇന്നും സഹായിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഈ രാജ്യം. ഈ രാജ്യത്തിന്റെ നന്മകൾ നമ്മുടെ നന്മകളാണ്. ഈ രാജ്യത്തിന്റെ പീസ്, സമാധാനം നമ്മുടെ സമാധാനമാണ്. പുതുതായി ഭരണമേറ്റ എല്ലാ ഭരണാധികാരികൾക്കും ദൈവാശ്രയവും ദൈവഭയവും കൊടുത്തു ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കുവാൻ ഈ രാജ്യം ഒരിക്കലും ശിഥിലമായി പോകുവാനിടയാകണം. ദൈവ പ്രമാണങ്ങൾക്ക് വേണ്ടി മാത്രം നിൽക്കുവാൻ നമുക്ക് ഒരുമിച്ച് ഈ രാജ്യത്തെ ഭവിഷ്യകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ 2 വിഷയങ്ങളെ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ അവസരമുണ്ട്. നമ്മുടെ പ്രാർത്ഥന ഇന്ന് രാവിലെ കേട്ട് നമുക്ക് ദൈവം മറുപടി തന്ന് നമ്മളെ മാനിക്കും. ഈ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് ഹല്ലേലൂയ ഒരാൾക്ക് ചുരുക്കമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവത്തിന് Praise the Lord. Hallelujah. 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 Amen.
അമേരിക്കയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പോ പുതിയ നിയമങ്ങളൊക്കെ കടന്നു വരുവാൻ അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നപ്പോ ദൈവമക്കൾക്ക് ദോഷകരമായ ഒരു ചിന്തയും കടന്നു വരുവാൻ അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നപ്പോ ഈ രാജ്യത്തെ നമ്മോടൊക്കെ അടികളൊക്കെ വെക്കുമ്പോൾ ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ അടികൾ കടപ്പെട്ടവരാണ്. കുറവുള്ള കുറ്റങ്ങളൊന്നും കർത്താവിനെ അവർക്ക് കാണിച്ചിട്ടേ ആരോമകത്ത് ഒന്നെടുത്താട്ട് സകല വേശിന്റെ നാമത്തിൽ താഴ്മയോട് യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകുമേ. നീറുന്ന ചിന്തകൾ തോരാത്ത കണ്ണുനീർ, നീറുന്ന ചിന്തകൾ തോരാത്ത കണ്ണുനീർ, ദുരിതമെൻ ചുറ്റിലും കാണുന്ന നേരം, ദുരിതമെൻ ചുറ്റിലും കാണുന്ന നേരം, വീഴാതെ നിൽക്കുവാൻ നീ തുണ ചെയ്യണേ എന്നാത്മനായകനേ. ഈ മരുവാസം തുടർന്നിടുവാൻ, ഈ മരുവാസം തുടർന്നിടുവാൻ. പരിശുദ്ധനും നീതിമാനുമായ ദൈവമേ, നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ വന്ന സമയം മുതൽ ഈ സമയം വരെ അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ദൈവം കൃപ തന്നു. അനേക വിഷയങ്ങൾ ദൈവസ്ഥനെ ഞങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയിലുള്ള കുടുംബങ്ങളെ ഓർക്കുന്നു. രോഗത്തിന്റെ പിടിയിലായിരിക്കുന്ന ആസിക്കായി ഭാരപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പെർസിക്യൂഷനിലൂടെ കടന്നു പോകുന്ന തന്റെ മക്കളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നന്ദിയോട് സ്തോത്രം, 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 സ്തോത്രം. കർത്താവെ, ദൈവമേ, ഹല്ലേലൂയ. ഈ രാജ്യത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സമാധാനം രാജ്യത്ത് കൈവരിക്കുവാനിടയാകണമേ. വരും ദിവസങ്ങളിൽ കർത്താവേ, ആമേൻ, ദൈവവചനം ഹല്ലേലൂയ ഒരു ബന്ധനവും ഇല്ലാതെ രാജ്യത്ത് പ്രഘോഷിക്കപ്പെടുവാൻ ദൈവം വഴിയൊരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ശുശ്രൂഷകളെ മാനിക്കണം. പ്രാർത്ഥനയും യാതൊന്നും കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തു മൂലം ചോദിക്കുമ്പോൾ കേൾക്കണമേ. സ്തുതിക്കുക. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 95-ാമത്തെ സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിക്കാം. Psalms 95. Psalms 95. വരുവീൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി, കരയെയും അവന്റെ കൈകൾ മെനഞ്ഞിരിക്കുന്നു. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയിക്കുന്ന ജനവും അവന്റെ കൈകളിലെ ആടുകളും തന്നെ. അവിടെ വച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, എന്റെ പ്രവൃത്തി അവർ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. അവസാന വാക്യം ചേർന്ന് വായിക്കാം. ആകയാൽ അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്യുന്നു. നമ്മുടെ വിശുദ്ധാകരങ്ങളെയും സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ. അവൻ നമ്മുടെ ദൈവമാണ്, നാമോ അവൻ മേയിക്കുന്ന ജനവും അവന്റെ കൈകളെ ആടുകളും. എത്ര വലിയ ഭാഗ്യമാണ്! നമ്മുടെ ദൈവം നമ്മെ മേയിക്കുന്നു, അവൻ നമ്മെ നയിക്കുന്നു, അവൻ നമ്മെ നടത്തുന്നു, അവൻ നമ്മുടെ ആവശ്യങ്ങളെ കാണുന്നു, നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. ഹല്ലേലൂയ! ദൈവത്തിന്റെ കൃപകൾക്കായി സ്തോത്രം. Lord, we give you praise and we glorify your name again, O God. Manifest your presence in our midst today. Bless us. In Jesus' name I pray. Amen. Amen. I thank the Lord. Once again, the Lord has given us another day in our life so we can come in the presence of God and worship His holy name and be blessed in His presence. In this church, one thing that we give importance is prayer. Prayer. When I was studying in the Bible college, I had a small briefcase. Those days it was made out of
some hard shell material. I put on it, prayer changes things. So when I carried it everywhere, that was a witnessing thing that to people who sees, this an awareness that prayer changes things. So we can have any number of messages, we can have so many programs, but there is no more important thing in a church than prayer. A praying church will be a growing church. A praying church will see miracles. Miracles. We don't need to have a stage set for that. But miracles will happen in the lives of people. That is what we expect in this church. I thank God for all of your dedication, all of your commitment to this church, and praying for each and every member of this church. This week we did not have any birthdays, but we do celebrate an anniversary in the life of our dear sister Annie Philip and Brother Prasad, and in their life God has given them another year in their married life. This church pray for you and wish you a great family life, and may this next year be a year of blessing and in your life. And the Lord will keep you, and God will guard you, and He will protect you and keep you safe. Amen. And as usual, we are going to take an offering at this time. And before we take the offering, I just wanted to say that today our sister, mini sister, she's a doctor, Minnie Quillian, and she is the one who is going to speak to us. And I have a great honor. Usually we can introduce her later, but let me take this time to introduce. I have great honor to introduce Sister Minnie Quillian to you. And one thing that I'm always impressed is when people seek the Lord closely in their life. Those people impress me a lot. Sophistication don't impress me that much. Knowledge is good. That don't impress me that much. But when people walk very closely with the Lord, I am impressed by that. I know ever since I came to know this family, I came to know that they walk very closely with the Lord. And they experience the God's presence in their life. And the sister is going to speak to us from the Word of God after the offering song and after my prayer. Sister Minnie Quillian will come here and speak to us. And she can take as much time she wants. There is no time restrictions as such. And then we will end the service later on. So, are you singing the song today? Basically. Oh, Sanjay brother is going to sing the song, the offering song, and let's take the offering. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി സംഹാരദൂതൻ എന്നെ കടന്നു പോയി സംഹാരദൂതൻ എന്നെ കടന്നു പോയി കുഞ്ഞാട്ടിന്റെ വിലയേറിയ ദിനത്തിൽ കുഞ്ഞാട്ടിന്റെ വിലയേറിയ ദിനത്തിൽ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി സംഹാരദൂതൻ എന്നെ കടന്നു പോയി സംഹാരദൂതൻ എന്നെ കടന്നു പോയി ആരാവോ ഞാൻ ഇനി അടിമയല്ല
പ്രവേശിക്കാം. നമുക്ക് വീണ്ടും ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ താഴ്ത്തി പ്രാർത്ഥിക്കാം. നന്ദിയോടെ സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങൾക്ക് വേണ്ടി കരുതുകയും ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നിന്റെ മക്കളാകുന്ന ഞങ്ങൾ വീണ്ടും നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. നീ ഞങ്ങളുടെ സംഗീതവും ബലവുമാകുന്നു. നീ ഞങ്ങളുടെ കരങ്ങളെ പിടിച്ച് ഞങ്ങളെ നയിക്കുന്ന ദൈവമാകുന്നു. കർത്താവേ, ദുഷ്ടൻ കാണാതെ വണ്ണം നീ ഞങ്ങളെ പരിപാലിക്കുന്ന ദൈവമാകുന്നു. അവിടുത്തെ ചിറകിന്റെ മറവിന്റെ ഉള്ളിൽ ഞങ്ങളെ മറയ്ക്കുന്ന ദൈവമാകുന്നു. ഇന്ന് പകൽക്കാലം ദൈവം ചെയ്യുന്ന സകല നന്മകളെയും ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് ഈ രാവിലെ സമയം ഞങ്ങൾ പ്രിയ സഹോദരി ആനി ഫിലിപ്പിനെയും കർത്താവെ പ്രിയ പ്രസാദ് ബ്രദറിനെയും അവിടുത്തെ സന്നദ്ധിയിൽ ഞങ്ങൾ കൊണ്ടുവരുന്നു. കർത്താവെ, അവർക്ക് അവരുടെ വിവാഹ ജീവിതത്തിൽ അവരുടെ കുടുംബ ജീവിതത്തിൽ ഒരു പുതിയ വർഷം കൂടി ദൈവം അവർക്ക് ദാനം ചെയ്തല്ലോ. അതിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അവർ കർത്താവെ, അവർ ഒന്നിച്ച് ജീവിതം ആരംഭിച്ച സമയം മുതൽ ഈ ദിവസം വരെ, ഈ നിമിഷം വരെ കർത്താവിന്റെ സന്നിധിയിൽ അവരെ ഭദ്രമായി സൂക്ഷിച്ച് അവർക്ക് ആത്മീകമായും ഭൗതികമായും അവരുടെ ജീവിതത്തിന് ആവശ്യമായത് സകലതും നൽകിക്കൊടുത്ത് അവരെ ഇത്രത്തോളം ദൈവം അതിശയകരമായി അത്ഭുതകരമായി പരിപാലിച്ചത് കൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അവരുടെ കുടുംബ ജീവിതത്തിൽ ദൈവം അവർക്ക് ദാനം ചെയ്ത മക്കളെ ഞങ്ങൾ അവിടുത്തെ കരങ്ങളിൽ ഒരു പ്രാവശ്യം കൂടി ഏൽപ്പിക്കുന്നു. കർത്താവെ, എല്ലാവരെയും ദൈവം ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കണമേ. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായി ദൈവം അവരെ തീർത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്ക് ഈ ഭവനത്തിൽ ഇവിടെ ഒരുമിച്ച് കടന്നു വന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് സഭയായി ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം ഒരു അവസരം നൽകിയല്ലോ. ഈ ഭവനത്തിലെ പ്രിയപ്പെട്ടവർക്ക് അതിന് കൊടുത്തിരിക്കുന്ന ഹൃദയത്തിന്റെ താല്പര്യങ്ങൾക്കായി ഞങ്ങൾക്ക് സ്തോത്രം. പല വിധത്തിലുള്ള അസൗകര്യങ്ങളൊക്കെ ഇത് നിമിത്തം ഉണ്ടാകുമെങ്കിലും അതിനെ ഒന്നും കാര്യമായി എണ്ണാതെ കർത്താവിന്റെ വേലയെ സ്നേഹിച്ച് ദൈവത്തിന് വേണ്ടി അവർ ചെയ്യുന്ന ഈ സഹായത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ ഭവനത്തെ ദൈവം അനുഗ്രഹിക്കുവാൻ ഞങ്ങൾ ദൈവസന്നിധിയിൽ സഭയായി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രിയ ചായനെയും പ്രിയ അമ്മച്ചിയെയും ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, നിന്റെ മക്കളുടെ വാർദ്ധക്യ ജീവിതത്തിൽ അവർ ആരോഗ്യത്തോട്, ബലത്തോട്, നന്മയോട്, സന്തോഷത്തോട്, സമാധാനത്തോടു കൂടി ആയിരിക്കുവാൻ ദൈവം അവരെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഉള്ളത് കൊണ്ട് സ്തോത്രം. അവരെ കരം പിടിച്ച് നടത്തുന്നത് കൊണ്ട് സ്തോത്രം. പ്രിയ സജി ബ്രദറിന്റെ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ശാരീരികമായ ബലഹീനതകളൊക്കെ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ ദാസനെ വീണ്ടും കർത്താവ് ശക്തീകരിക്കണമേ, ആരോഗ്യത്താൽ നിറയ്ക്കണമേ, ബലം കൊടുക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും ദൈവത്തിന്റെ ദാനമാകുന്നു ഞങ്ങൾ അറിയുന്നു. കർത്താവേ, അവിടുന്ന് പ്രകാരം നിന്റെ ദാസനെ സഹായിക്കുന്നതുകൊണ്ട് സ്തോത്രം. ഈ സഭയ്ക്ക് വേണ്ടി വളരെയധികം കാര്യങ്ങളിൽ നിന്റെ ദാസൻ വ്യാപൃതനായി കർത്താവേ, തന്റെ കഴിവ് ഒക്കെയും ഈ സഭയുടെ പ്രയോജനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നല്ലോ. അവയൊക്കെയും കാണുന്ന ദൈവം ഇന്ന് പകൽക്കാലം അത്ഭുതകരമായി നിന്റെ ദാസനെ സഹായിക്കുവാൻ, അനുഗ്രഹിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ സിസ്റ്റർ ബിന്ദുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസിയെ കർത്താവ് സഹായിക്കണമേ. പല വിധത്തിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നല്ലോ, പല വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കുവാൻ നോക്കുന്നല്ലോ. കർത്താവേ, ചില തടസ്സങ്ങളൊക്കെ ചില കാര്യങ്ങളിൽ ഉണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന തടസ്സങ്ങളെ അകറ്റുന്ന ദൈവം നിന്റെ ദാസിയുടെ ജീവിതത്തിലുള്ള ചില തടസ്സങ്ങളെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളിൽ ഉള്ള തടസ്സങ്ങളെ ഒക്കെ ദൈവം അകറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദൈവം ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവരാകുന്നതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞങ്ങൾ സഭയായി പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മക്കളുടെ ജീവിതത്തിൽ ചില വഴികളെ, വാതിലുകളെ ദൈവം ഇന്ന് പകൽക്കാലം വിശാലമായി തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കർത്താവ് നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയ പൈതലിനെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഈ ചെറിയ പ്രായത്തിൽ
ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന വലിയ ഉത്സാഹത്തിനും താല്പര്യത്തിനുമായി സ്തോത്രം. വരും സമയങ്ങളിൽ കർത്താവിന്റെ വേലയിൽ കർത്താവിന്റെ പ്രവൃത്തിയിൽ അധികം പ്രയോജനപ്പെടുവാൻ ദൈവം സഹായിക്കണമേ. വിദ്യാഭ്യാസത്തിൽ ദൈവം സഹായിക്കണമേ. ആരോഗ്യവും ബലവും കർത്താവ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപകളാൽ ദൈവം നിറയ്ക്കുന്നത് കൊണ്ട് ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പ്രിയ വിൽസൺ ബ്രദറിനെ കുടുംബമായി അവിടുത്തെ സന്നദ്ധിയിൽ ഏൽപ്പിക്കുന്നു. എന്റെ മക്കൾ ഈ പ്രദേശത്ത് അനേക കുടുംബങ്ങളിൽ കടന്നു ചെന്ന് ദൈവത്തിന്റെ വചനം സംസാരിച്ച് അനേകരെ ദൈവത്തെങ്കിലേക്ക് ആദായപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് അകറ്റണം. ആ കർത്താവ് അതിനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. അവരുടെ ജീവിതത്തിൽ ഒരു ദോഷവും കടന്നു വരാതെ ദൈവം അവരെ സൂക്ഷിക്കണമേ. അവർക്ക് ഇരുവർക്കും ആവശ്യമായ ആരോഗ്യം ബലവും കർത്താവ് കൊടുക്കണമേ. ആത്മീയമായ നന്മകളാൽ കർത്താവ് നിറയ്ക്കണമേ. ഭൗതികമായ എല്ലാ ആവശ്യങ്ങളും ദൈവം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ദാനമായി കൊടുത്ത മക്കൾക്കായി സ്തോത്രം. പ്രിയ ആഷിനെയും ആയിഷിനെയും അവിടുത്തെ കരങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ ചെറിയ പ്രായത്തിൽ അവർ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അവർക്ക് ജീവിതത്തിൽ ദൈവം കൊടുത്തിരിക്കുന്ന ആ ഉത്സാഹത്തിനും ഭാഗ്യത്തിനുമായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ ദൈവം അറിഞ്ഞ് തക്ക സമയത്ത് ദൈവ വഴികളെ ക്രമീകരിച്ച് അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. Lord, we pray for Justin. We thank you, Lord, for his life. You have given him so much abilities and so many abilities that others do not have. We thank you, Lord, for everything that you have blessed him with, and help him to utilize some of those gifts for the glory of your name in the days to come. Lord, we thank you and we bless him. Lord, we ask you to bless his education, strengthen him, give him help in his education and make him successful in everything that he does. We pray for his family, bless his parents. I pray that you will make them a blessing. കർത്താവേ, ഇന്ന് പകൽക്കാലം ഞങ്ങൾ പ്രിയ ഡേവിഡിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രിയ ഡാനിയലിനെയും പ്രിയ ഗബ്രിയേലിനെയും കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവേ, പ്രിയ മക്കളുടെ ജീവിതത്തിൽ ദൈവം അവർക്ക് സഹായമായും തുണയായും കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരം അവർക്ക് അനുകൂലമായിരിക്കണമേ. ദൈവം അവരുടെ വഴികളെ നിയന്ത്രിക്കണമേ. അവരുടെ ഭാവിയെ കർത്താവ് അനുഗ്രഹിക്കണമേ. നാട്ടിലായിരിക്കുന്ന പാസ്റ്റർ ജോൺ തോമസിനെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയ ദേവദാസിനെയും കർത്താവ് അനുഗ്രഹിച്ച് തന്റെ പ്രവൃത്തികളും തന്റെ ഓട്ടും അധ്വാനവും എല്ലാം ദൈവത്തിന്റെ നാമമഹത്വത്തിനാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബമായ ദൈവം അവരെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്താട്ട് ഇന്ന് പകൽക്കാലം ഞങ്ങൾ പ്രാർത്ഥിച്ച രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും ദൈവം ശ്രദ്ധ വെച്ച് കേട്ടതുകൊണ്ട് സ്തോത്രം. കർത്താവിന്റെ തിരുകരം തൊട്ട് അവരെ സൗഖ്യമാക്കിയതിനാൽ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുത്തെ വേലയെ സ്നേഹിച്ച് ഞങ്ങൾ എടുത്തിരിക്കുന്ന സ്തോത്രകാഴ്ചയെ കർത്താവ് അനുഗ്രഹിക്കണമേ. അതിലേക്ക് ഔദാര്യമായി നൽകിയിരിക്കുന്ന എല്ലാ വ്യക്തികളെയും കർത്താവിന്റെ സ്വർഗത്തിലെ കലവറകളെ തുറന്ന് അവിടുന്ന് അനുഗ്രഹിക്കണം. അവിടുത്തെ തിരുകരത്താൽ അവരെ അനുഗ്രഹിക്കുന്നതുകൊണ്ട് സ്തോത്രം. തുടർന്ന് ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ അവിടുത്തെ വചനം കേൾക്കുവാനായിട്ട് ഇരിക്കുന്നു. കർത്താവെ, അവിടുത്തെ വചനം സംസാരിക്കുവാൻ അങ്ങയുടെ ദാസിയെ കർത്താവ് അഭിഷേകം ചെയ്യണമേ. ഓ ഹല്ലേലൂയ. ഒരു തടസ്സവും കൂടാതെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം ഐശ്വര്യമായി സംസാരിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ദാസിയെ നിറയ്ക്കുന്നതുകൊണ്ട് സ്തോത്രം. കർത്താവ്, ഇവിടെ കേൾക്കുന്ന വചനം ഉള്ളതുപോലെ കേൾക്കുവാൻ ഞങ്ങളുടെ കാതുകളെയും ഹൃദയങ്ങളെയും തുറക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ അത് മുഖാന്തരമായി തീരുന്നതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ പ്രാർത്ഥന കേട്ടതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. ൂഴിനുള്ളിൽ താഴ്വരയിൽ ദീപമതാ
പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനവുമായി, മാറ്റമില്ലാത്ത വചനവുമായി ദിവസത്തിലായിരിക്കാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അതിനൊപ്പം എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ദൈവദാസനോട് ഡോക്ടർ നെൽസൺ ജോണിനോടുള്ള ദൈവനാമത്തിന് നന്ദി ഈ സമയത്ത് ഞാൻ പ്രത്യേകം അറിയിക്കുന്നു. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 5 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. മോൾ Philippians chapter 2 verses 5 through 8. You must have the same attitude that Christ Jesus had. Though he was God, he did not think equality with God as something to cling to. Instead, he gave up his divine privileges. He took the humble position of a slave and was born a human being. When he appeared in human form, he humbled himself in obedience to God and died a criminal's death on a cross. ഞാൻ മലയാളത്തിലൂടെ വായിക്കുന്നു. ക്രിസ്തുയേശുവിന്റെ പാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ വിളിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്ക് മുമ്പ് ദേവദാസനോട് ദൈവവചനം ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞാൻ വളരെ ഭയത്തോടെയാണ് ദൈവത്തിൻ്റെ വചനമായിട്ടൊക്കെ നിൽക്കുമ്പോൾ അഗ്നിജ്വാലയ്ക്കൊക്കെയുള്ള കണ്ണുള്ള സദസ്യത്തിൻ്റെ സന്നിധി നിൽക്കുമ്പോൾ നമ്മൾ വാക്ചാതുര്യത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടിരുന്നാൽ അതിന് ഞാൻ കണക്ക് കൊടുക്കേണ്ടതായതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഭയത്തോടെ എടുക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ ദൈവദാസം പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ദിവസത്തിൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്ക് തന്ന ഒരു വചനമാണ്. ഞാൻ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിച്ചപ്പോൾ ചിന്തിച്ചപ്പോൾ ഞാൻ ഓർത്തു നമ്മുടെ ഈ പുതിയ കൊച്ചു ദൈവസഭയ്ക്ക് ദൈവം തന്ന വചനമാണെന്ന് തന്നെ ഞാൻ പൂർണ്ണമായിട്ട് ഉറച്ചതുകൊണ്ട് എനിക്ക് നല്ല ഒരു കൺഫർമേഷൻ ഉണ്ട്. ഈ വചനവുമായി ഞാൻ ദൈവസഭയിൽ നിൽക്കുമ്പോൾ ദൈവം നമ്മളോട് ഈ പകൽക്കാലം സംസാരിക്കുന്നത്. കാരണം ചെറിയ തുടക്കത്തെ മാനിക്കുന്ന ദൈവം, അവഗണിക്കാത്ത ദൈവം നമ്മളെ മാനിക്കും, ദൈവം നമ്മളെ സഹായിക്കും. അനേക ജീവിതങ്ങൾ ഹല്ലേലൂയ ഈ ദൈവസഭയിൽ കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായിത്തീരും. അതിനുവേണ്ടി ഒരു ബേർഡൻ കൊടുത്ത ദൈവദാസനെ ഞാൻ ദൈവനാമത്തിലെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം തക്ക സമയത്ത് നമുക്ക് വഴികളെ തുറക്കുന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിച്ചതിന് ശേഷം ദൈവജനത്തിലേക്ക് കടക്കാം. പരിശുദ്ധ നല്ല ദൈവമേ, സ്വർഗസ്ഥ രാജാവേ, പൊന്നുമുഖത്തെ നോക്കുന്ന പിതാവേ, അപ്പ ഈ വചനം അങ്ങയുടേത്, അപ്പ ഏവയും അങ്ങയുടേതാ കർത്താവേ. അപ്പൊ അടിയുടെ വായിന്ന് വരുന്ന വാക്കുകൾ, ഹൃദയത്തിലെ ചിന്തകളെല്ലാം കർത്താവേ അങ്ങേക്ക് പ്രസാദമായിരിക്കണം. ദൈവഹിതമല്ലാത്ത ഒരു വാക്ക് പോലും വായിന്ന് വരുവാൻ അനുവദിക്കല്ലേ. കൃപയിൽ പൊതിയണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. രാത്രി പകൽക്കാലം വചനം കേൾക്കുന്ന എല്ലാ മക്കൾക്കും ഏഴിക്ക് ഒരുപോലെ ജീവിതത്തിൽ വിടുതലാക്കി കർത്താവ് തീർക്കുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ഫിലിപ്പിയ ലേഖനം നമുക്ക് അറിയാവുന്നതാണ്. ഇത് എഴുതിയത് അപ്പോസ്തലനായ പൗലോസ്. ഫിലിപ്പിയ ലേഖനം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്നത് പ്രിസൺ എപ്പിസലാണ്. 4 പ്രിസൺ എപ്പിസലിലെ ഒരു പ്രിസൺ എപ്പിസലാണ്. പ്രിസൺ എപ്പിസൽസ് നമുക്കറിയാവുന്നതാണ്. എഫേഷ്യൻസ്, ഫിലിപ്പിയൻസ്, കൊലോഷ്യൻസ്, ഫിലേമോൻ. സോ ഇതിലെ ഫിലിപ്പിയ ലേഖനം നമ്മൾ ഈ ഫിലിപ്പിയ സഭയെ പറ്റി ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഓടി വരും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, പ്രത്യേകിച്ച് എനിക്ക് പെന്തക്കോസ്തിൽ നമ്മൾ പ്രസംഗിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും വചനം അറിയാവുന്ന അതൊരു റിവ്യൂ ലെസൺ പോലെ ചിന്തിച്ചാൽ മതി. കാരണം നമ്മളെല്ലാവരും സിയോൻ യാത്രക്കാരാണ്, എത്തേണ്ടടുത്ത് എത്തുവാനായിട്ട് നമ്മൾ ഒരുങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ജസ്റ്റ് നമുക്ക് എല്ലാവർക്കും ഒരു റിവ്യൂ ഈ വായിച്ച് വരെയും ചിന്തിക്കുമ്പോൾ ഇത് പറയാനുള്ള യോഗ്യത എന്നോട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കില്ല. പക്ഷെ നമ്മൾ അത് എത്തുവാനായിട്ട് ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ഒന്നിച്ചു ചേർന്ന് അല്ലെങ്കിൽ ദൈവവചനം വായിച്ച് ഗ്രഹിച്ച് ദൈവനാമത്തിലെ ദൈവത്തിന് മഹത്വത്തിന് വേണ്ടി ജീവിക്കാം. സോ ഈ അപ്പോസ്തലനായ പൗലോസ് എഴുതിയെന്ന് നമ്മൾ പറഞ്ഞു. യൂറോപ്പിലെ ആദ്യത്തെ സഭയാണ് ഫിലിപ്പിയ സഭയിൽ നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു. ഈ ഫിലിപ്പിയ സഭയിലെ ആദ്യത്തെ കൺവേർട്ട് നമുക്കറിയാവുന്നതാണ് ലിഡിയ അല്ലെങ്കിൽ ലുദിയ. ദൈവം ഹൃദയം തുറന്ന് ദൈവവചനം കേട്ടു. അങ്ങനെ ആദ്യത്തെ ഒരു വിശ്വാസിയായി ഈ യൂറോപ്പിലെ സഭയിലെ ആദ്യത്തെ വിശ്വാസിയായി ലുദിയായി നമ്മൾ കാണുന്നു. സോ സെക്കൻഡ് മിഷണറി ജേണിയിലാണ് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയയിൽ കടന്നു ചെല്ലുവാനായിട്ട് കഴിഞ്ഞത്. അതിനുശേഷം നമ്മൾ കാണുന്നത് 3rd മിഷണറി ജേണിയിലും പൗലോസ് അപ്പോസ്തലൻ ഈ സ്ഥലത്ത് ചെന്നതും പ്രവർത്തിച്ചതും ഒക്കെ നമ്മൾ ദൈവവചനത്തിൽ കാണുന്നു. എന്നാൽ ഈ ലെറ്റർ എഴുതുന്ന സമയത്ത്
പൗലോസ് റോമയിലെ കാരാഗ്രഹത്തിലായിരിക്കുന്നു. ആ കാരാഗ്രഹത്തിൽ ഇരിക്കുമ്പോൾ ഫിലിപ്പിലെ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഓടി വരുന്നത് എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, ഒരു വലിയ ധൈര്യപ്പെടുത്തുന്ന ആയിരിക്കുന്ന അവസ്ഥ സന്തോഷം തരുന്നതല്ല, പ്രത്യാശ തരുന്നതല്ല. എങ്കിലും ദൈവവചനത്തിലുള്ള ധൈര്യവും ഉറപ്പും പ്രത്യാശയുള്ള ഒരു വ്യക്തിക്ക് സന്തോഷിക്കാൻ, മറ്റുള്ളവരോട് ജയിലിൽ കിടക്കുന്ന ആള്, ചേരി കിടക്കുന്ന ആൾക്ക് മറ്റുള്ളവരോട് സന്തോഷിക്കാൻ പറയണമെങ്കിൽ ദൈവകൃപ ഇല്ലാതെ കഴിയത്തില്ല. സോ അതുപോലെ ഇത് എഴുതി കൊണ്ടുപോകാനുള്ള സാഹചര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ വചനത്തിന്റെ നമ്മൾ ഏത് വചനവും വായിക്കുമ്പോൾ അതിന്റെ എഴുതുന്ന സാഹചര്യം പഠിക്കണമെങ്കിൽ അതിന്റെ മുകളിലും താഴെയുള്ളത് വായിക്കണമല്ലോ. അങ്ങനെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഈ ഫിലിപ്പിയ സഭ പൗലോസ് കഷ്ടം അറിഞ്ഞുകൊണ്ട് ഒരു സഹായവുമായിട്ട് നമുക്കറിയാം എപ്പഫ്രാദിത്തോസിനെ അവിടേക്ക് അയക്കുന്നു. പൗലോസിന് സഹായമായിട്ടും ഫൈനാൻഷ്യൽ ഹെൽപ്പ് ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. സോ അവിടെ കടന്നു എന്നു, ജയിലിൽ കടന്നു എന്നു. അപ്പൊ അവിടെ വെച്ച് എപ്പഫ്രാദിത്തോസിന് അസുഖം ഉണ്ടെന്നൊക്കെ ഞാൻ അവിടോട്ട് പോകുന്നില്ല, നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് കടന്നു പോകുന്നില്ല. എന്നാൽ ഈ എപ്പഫ്രാദിത്തോസിനെ മടക്കി ഫിലിപ്പിയിലേക്ക് അയക്കുമ്പോഴേ ഈ ഫിലിപ്പിയ ലേഖനം എഴുതി കൊടുത്തു വിടുന്നു. നമ്മൾ അങ്ങനെയാണ് ഇതിനകത്ത് കാണുന്നത്. സോ ഇതിന്റെ അതിന്റെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഈ വചനം എഴുതിയതിന് ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നിങ്ങളുടെ ഇരിക്കട്ടെ എന്ന് പറയാനുള്ള ഒരു റീസണ് നമ്മൾ നോക്കുമ്പം അതിന്റെ 1 തൊട്ട് 4 പേരുടെ വാക്യങ്ങൾ വായിച്ചാൽ, എന്നിട്ട് ബ്രദർ എനിക്ക് ആ പവർ പോയിന്റ് നിൽക്കാൻ താങ്ക് യു സോ മച്ച്. സോ 1 തൊട്ട് 4 പേരുടെ വാക്യങ്ങൾ വായിച്ചിട്ട് ഞാനിങ്ങനെ എൻ്റെ ഒരു വിഷൻ കാണുന്നത് കുറച്ചും കൂടെ പെട്ടെന്ന് എനിക്ക് പിടികിട്ടും. അപ്പൊ അതുപോലെ അനേകർക്ക് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒരു 3-4 സ്ലൈഡ് നമ്മുടെ മനസ്സിൽ അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടി, സമയം കൊണ്ട് പെട്ടെന്ന് നിർത്താൻ വേണ്ടിയാണ് എഴുതിയത്. ഒരു വായിക്കുന്നതിന് 1 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക ശരീരമുള്ളവരാൽ ഏക സ്നേഹം കൊണ്ട് ഐകമത്യപ്പെട്ട് ഏകഭാവമുള്ളവരാൽ ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുകയും. അവിടെ നിർത്തുന്നു. ഞാൻ തിരിച്ച് നമുക്ക് സ്ലൈഡിലേക്ക് പോയാൽ എനിക്ക് കാണാത്തത് കൊണ്ട് നമുക്ക് നോക്കാം. അതിനകത്ത് എഴുതിയിരിക്കുന്നത്, നമ്മൾ സഭയെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും വീണ്ടും ഒരു റിവിഷനാണ് നമ്മൾ ഒന്നിച്ച് പഠിക്കുക. അല്ലെങ്കിൽ നമുക്കറിയാവുന്നതാണ് ക്രൈസ്റ്റ് ഈസ് ദ ഹെഡ് ഓഫ് ദ ചർച്ച്. ആ ഒരു ഐഡിയ നമ്മളിത് മനസ്സിലാക്കിയാൽ നമുക്കത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. നമുക്കറിയാവുന്ന എന്നിരുന്നാൽ പോലും ക്രൈസ്റ്റ് ഈസ് ദ ഹെഡ് ഓഫ് ദ ചർച്ച്. പിന്നെ എന്തോ നമ്മൾ അടുത്ത പറയുന്നത്, നമ്മൾ ചർച്ച് ഈസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. Church is the body of Christ and we all are the members of the body of Christ. അതാണ് നമുക്ക് ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് എല്ലാ വിശ്വാസികൾക്കും വേണ്ടിയത്. അപ്പൊ അനേക ദൈവസഭകൾ അനേക ഇടങ്ങളിൽ ഉടലെടുക്കുന്നുണ്ട്. വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാട് മാറിപ്പോകും. കാരണം ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ കൈകളെ, കാലുകളെ, അങ്ങനെ ബോഡിയിലെ പല അവയവങ്ങളുണ്ട്. ഫംഗ്ഷൻ ഒന്നല്ല, പല ഫംഗ്ഷന് വേണ്ടി ദൈവം നമുക്ക് തന്നിരിക്കുന്നതാണ്. എന്നാൽ ഇതിന്റെ എല്ലാം കൂടെ ഫംഗ്ഷന് ഒന്നിച്ച് കിഡ്നിക്ക് ഒരു വിഷയം വന്നാൽ കിഡ്നി ഫെയിലിയർ ആയിപ്പോകും. അപ്പൊ ആ കിഡ്നി ഫംഗ്ഷൻ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ്. സോ അങ്ങനെ നമ്മുടെ ബോഡി പാർട്സ് എല്ലാം ഒരുപോലെ ഫംഗ്ഷൻ ചെയ്തെങ്കിൽ മാത്രമേ ഈ ദൈവത്തിന്റെ ശരീരമാകുന്ന സഭയ്ക്ക്, ഈ ബോഡി ഓഫ് ക്രൈസ്റ്റ് ദിനം പ്രതി ശക്തി പ്രാപിച്ച് ആരുടെയും ചർച്ചിന്റെ ഇതല്ല, അല്ല ദൈവദാസനല്ല മഹിമ കിട്ടുന്നത്, തലയായിരിക്കുന്ന ക്രിസ്തുവിന്, ഹെഡ് ഓഫ് ദ ഹി ഈസ് ദ ഹെഡ്. അപ്പൊ ആ ഒരു വിഷനിൽ വേണം നമ്മൾ ഈ ആദ്യത്തെ 4 വാക്യങ്ങൾ നമ്മൾ നോക്കാൻ. ഞാൻ പവർ പോയിന്റ് ശ്രദ്ധിക്കാൻ. അപ്പം ചിന്തിച്ച് നോക്കണം. ഇവിടെ ഞാൻ എൻ്റെ 3-4 വാക്യം വായിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് വീണ്ടും പോകാം. 3 വായിക്കുന്നു. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെത്താൻ ശ്രേഷ്ഠൻ എന്നെണ്ണിക്കൊള്ളുകയും ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടി നോക്കണം. സോ ഇവിടെ നമ്മൾ കാണുന്നത് ഈ ചർച്ച വളരെ നല്ല ചർച്ചയായിരുന്നു. പൗലോസ് കാരാഗ്രഹത്തിലാണെന്ന് കേട്ടപ്പോൾ തന്നെ സന്തോഷത്തോടെ അവരുടെ വിഷമം കൊണ്ട് സഹായിക്കാനായിട്ടുള്ള നല്ല സന്തോഷം അവർക്കുണ്ടായത് കൊണ്ടാണ് അവർ വിശ്വാസിയും കൂടെ പറഞ്ഞു വിട്ടു, സാമ്പത്തിക സഹായവും ഒക്കെ അയച്ചു. എന്നിരുന്നാലും ആത്മീയനായ ദേവദാസന് ഇതറിഞ്ഞു അവിടെ ഡിസ്യൂണിറ്റി ഉണ്ടെന്ന്. അവിടെ അത് കാണിക്കുന്ന എന്തുവാ? ശാഠ്യത്താലോ ദുരഭം. അപ്പൊ ഇവിടെ ആ ഇഷ്യൂസ് ഒക്കെ ഇവിടെ നടക്കുന്നു. സോ ലെറ്റ്സ് കം ടു ദാറ്റ് ഫസ്റ്റ് സ്ലൈഡ്. ഇറ്റ് സേസ് if there is any encouragement in Christ we need to have same mind. സ്വന്തം ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവാ തല അല്ലെ, ആ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച എൻകറേജ്മെന്റ് നമുക്കുണ്ടെങ്കിൽ we have to have that same mind എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് if there is any consolation of love we need to show the same love. നമ്മളെല്ലാവരും ആ ക്രിസ്തുവിന്റെ സ്നേഹത്തെ ആരുടെയും കഴിവുകൊണ്ടോ മിടുക്കൊണ്ടോ ആരും വന്നതല്ലേ ദൈവസഭയിലെ. അത് നമ്മൾ വന്നത് ദൈവത്തിന്റെ ആ
ആ സ്നേഹം, ദൈവസ്നേഹം നമ്മളെ തേടി വന്നതാണ്. സോ ഇഫ് യു എൻജോയ് ദാറ്റ്, അതായത് പറഞ്ഞു, ഇഫ് യു ഹാവ് എനി കൺസലേഷൻ ഓഫ് ലവ്, we have to show that same love. മൂന്നാമത് പറയുന്നത്, if there is any fellowship in spirit, ആത്മാവിന്റെ ഐക്യത ഉണ്ടെങ്കിൽ we have to be united in spirit. പിന്നെ പറയുന്നത്, if any affection and compassion intend on one purpose. What is the one purpose? ക്രിസ്തു എന്നാവുന്ന തലയെ ഉയർത്തുക എന്നുള്ളത്. അദ്ദേഹം ഈ ചർച്ചയിലിരിക്കുന്ന കമ്പാഷൻ. സോ നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ ചർച്ച ഒരു ദൈവസഭയിൽ നമ്മൾ വന്നു കഴിയുമ്പോഴേ നമ്മൾ ആദ്യത്തേത് പറഞ്ഞത് എൻകറേജ്മെന്റ്. അനേകരാൽ നമ്മളെ പലപ്പോഴും നമ്മൾ താണുപോയി ഡൗൺ ആയി വിചാരിച്ച സാഹചര്യങ്ങളിൽ ഞങ്ങളിൽ കൂടി കടന്നുപോയ സമയത്ത് ഡിപ്രഷനിൽ കൂടി കടന്നുപോയ ഒരവസ്ഥയുണ്ടായിരുന്നു. അനേകരെ എൻകറേജ് ചെയ്തുകൊണ്ട്, അനേകരെ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഇന്ന് ഞങ്ങൾ നിലനിൽക്കുന്നത്. ആ എൻകറേജ്മെന്റ് അനുഭവിച്ച വ്യക്തി മറ്റൊരാളെ എൻകറേജ് ചെയ്തില്ലെങ്കിൽ വാട്ട് ഈസ് ദ യൂസ് ഓഫ് അവർ ലൈഫ്? ക്രിസ്ത്യാനിറ്റി കൊണ്ടൊരു പ്രയോജനവുമില്ല. സോ അത് ആ ഒരു കൺസെപ്റ്റ് നമുക്ക് വന്നാലേ നമ്മൾ എൻകറേജ് ചെയ്യുന്നത്, മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുന്നത് ഒരു പേഴ്സണൽ ഒരു നന്മ അല്ലെ, അവരൊക്കെ എന്നെ സഹായിച്ചു എന്ന് പറയാനുള്ളതല്ല, അതിനുപരിയായി ദൈവത്തിന്റെ നാമം ഉയരുക. അതായിരിക്കണം നമ്മൾ എന്ത് കാര്യങ്ങൾ ദൈവസഭയിൽ ചെയ്താലും നമ്മുടെ ഒരേ ഒരു ഇതായിരിക്കണം, അൾട്ടിമേറ്റ് എയിം ലിഫ്റ്റിംഗ് ഹിസ് നെയിം ഹൈ, അതായിരിക്കണം. അപ്പം ഇതിനകത്ത് നമ്മൾ 4 വാക്യങ്ങൾ പെട്ടെന്ന് മനസ്സിലായല്ലോ. എൻകറേജ്മെന്റ്, then love we received from Christ, then we have to be. ജഡത്തിൽ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും ഒരിക്കലും ആ യൂണിറ്റി ഇൻ സ്പിരിറ്റ് നമുക്ക് ഉണ്ടാകത്തില്ല. കാരണം ജഡം കൊണ്ടാ ചെയ്തത്. അവൻ എന്നെ സഹായിച്ചു, സോ എനിക്ക് അതിനെ സഹായിക്കണം, ബിക്കോസ് അവൻ എൻ്റെ കഷ്ടത്തിൽ വന്നല്ലേ, സോ ഞാൻ അവരുടെ കഷ്ടത്തിൽ കടന്നു. ആ ഒരു ഐഡിയയിൽ നമ്മൾ ഒരു ദൈവസഭയെ നമുക്ക് ഒരിക്കലും വളർത്തി ദൈവനാമം മഹത്വം എടുക്കുവാനായിട്ട് കഴിയത്തില്ല. സോ അതാണ് നമ്മൾ പറയുന്നത്, നമ്മൾ ആത്മാവിൽ ചലിക്കുന്നവരാണെങ്കിൽ, ദൈവം നമുക്ക് തന്ന പരിശുദ്ധാത്മാവിൽ ചലിക്കുന്നവരാണെങ്കിൽ we will be united. നമുക്ക് തെറ്റുവരത്തില്ല, നമ്മളെല്ലാം മനുഷ്യരാ, എപ്പോഴും കുറവുള്ളവരാ. എന്നിരുന്നാൽ പോലും ദൈവനാമത്തിൽ നമുക്ക് അവരോട് ക്ഷമിക്കുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ ആ സ്നേഹത്തില് നമുക്ക് ക്ഷമിക്കുവാനായിട്ട് കഴിയും. സോ അൾട്ടിമേറ്റ് ഇഫ് എനി അഫെക്ഷൻ ആൻഡ് കമ്പാഷൻ intend on one purpose. One purpose is എന്തുവാ? ഹെഡിനെ, തലയെ ഉയർത്തുക, തലയാകുന്ന ക്രിസ്തുവിനെ ഉയർത്തുക എന്ന്. സോ സെക്കൻഡ് സ്ലൈഡ് ഞാൻ ഓൾറെഡി വായിച്ചതാ. Second slide. Thank you. So it says here, avoid acting of selfishness and vain pride. Be mindful of both your personal interest and interest of others. And one more thing in verse 14, ഞാൻ വിട്ടിട്ടില്ല, അതിലെ മുഴുവൻ വാക്യം ഞാൻ വായിക്കുക. 14, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവ് നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടത് എല്ലാ പെറുപെറുപ്പും വാദവും കൂടാതെ ചെയ്യും. സോ നമ്മുടെ ഈ ചെറിയ ചർച്ചകൾ നമ്മൾ കുറച്ച് മെമ്പേഴ്സ്, നമ്മളെല്ലാം പരസ്പര സ്നേഹവും കരുതലും എല്ലാം നമുക്കുണ്ട്. എന്നാൽ നമ്മുടെ വലിയ വിഷൻ ദേവദാസൻ പറയുന്നത് അനേകർ കടന്നു വരും. ഈ ഫോണിയുടെ പ്രദേശത്ത് നമ്മൾ അനേകർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സഭയ്ക്ക് വേണ്ടി ദൈവം അവിടെ ഒരു ബേർഡൻ കൊടുത്തു. നാട്ടിലായിരിക്കും ദേവദാസിനൊക്കെ ഒരു ബേർഡൻ കൊടുത്തു. അങ്ങനെ ഒരു സഭ ഇവിടെ തുടങ്ങി. നമ്മളെല്ലാം നല്ല സ്നേഹവും കരുതലും ഒക്കെ നമുക്ക് ചെറിയ കൂട്ടമായതുകൊണ്ട്. എന്നാൽ നമ്മുടെ വിഷൻ, നമ്മുടെ ചെയ്യുന്നത് വലിയൊരു ഗ്രൂപ്പിനെ ദൈവം ഈ കോടിയുടെ പട്ടണത്തിൽ നിന്ന് ഇവിടെ കൊണ്ടുവരും. എന്നാൽ നമ്മുടെ ഇവിടെ ഇതായിരിക്കണം, Christ is the head of the church. Church is the body of Christ. We are the members of the body of Christ. So അപ്പോൾ കടന്നു വരുന്നവരെ ഏത് തരത്തിലെ ജീവിതങ്ങളിലൂടെ കടന്നു വന്നാലും അവരെ നമുക്ക് ബലപ്പെടുത്തുവാനും ധൈര്യപ്പെടുത്തുവാനും ഒക്കെ ദൈവം നമ്മുടെ മേലെ പ്രത്യേക അഭിഷേകം തട്ടെ. ഇനി ഈ വചനം എനിക്ക് തന്നപ്പോൾ അങ്ങനെ ഒരു ആലോചന എൻ്റെ മനസ്സിലില്ല. എന്നാലേ ദൈവം ഞാൻ ഇതിന് വായിക്കുകയും പഠിക്കുകയും ദൈവാത്മാവ് എനിക്ക് അങ്ങനെ ഒരു. അപ്പൊ ആ 4ാമത്തെ വാക്യം ഒത്തിരി പിന്നെ കഴിയും. അഫെക്ഷൻ ആൻഡ് കമ്പാഷൻ ദൈവദാസൻ തിരഞ്ഞെടുത്തതും കമ്പാഷനേറ്റ് ചർച്ച് നമ്മളെന്നും നമ്മുടെ ജീവിതത്തിലെ ഹാലേലൂയ ഒരു വ്യക്തിയെ കാണുമ്പോൾ അത് കാണിപ്പാനും ദൈവസഭയിലെ കാണിപ്പാനൊക്കെ ദൈവം നമ്മളെ അതിൽ കൂടി സഹായിക്കട്ടെ. ഇനി ലെറ്റ്സ് കം ടു ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ദ 3rd സ്ലൈഡ്. അതാ മോള് വായിച്ചത്. എന്തോ അതിനകത്ത് നോക്കുമ്പോൾ കാണുന്നത് ഹി എക്സിസ്റ്റഡ് ഇൻ ദ ഫോം ഓഫ് ഗോഡ്. ദൈവമായിരുന്നവൻ, ട്രിനിറ്റിയിലെ ദൈവമായിരുന്നവൻ. രണ്ടാമത് കാണിക്കുന്നത് ആ ഒരു ഇക്വാലിറ്റി കീപ്പ് ചെയ്യാൻ, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാനായിട്ട് ഒരു നാളും കർത്താവ് വിചാരിച്ചില്ല. ഞാൻ എംജിയുടെ എന്നുള്ള വാക്യത്തെ പറ്റി ഒത്തിരി അതിനെപ്പറ്റി പറഞ്ഞ സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളൊരു ഇതിൽ നിന്ന് എംജി ചെയ്തു എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു വെച്ചു, എന്നിട്ട് ദാസരൂപമെടുത്തു. ദൈവരൂപത്തിൽ ഇരുന്നവൻ ഹിംസെൽഫ്
നമ്മൾ ഓരോ വാക്ക് ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ചാൽ ദൈവം തരുന്ന ആലോചന ഭയങ്കരമാണ്. എന്നിട്ട് ഹി ടുക്ക് ദ ഫോം ഓഫ് എൻ്റെ വചനത്തിൽ ബോണ്ട് സെർവൻറ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാവാത്ത ബോണ്ട് സെർവൻറ്റ്. അതിനെപ്പറ്റി മാത്രമേ ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ നമുക്ക് തന്ന് എനിക്കുള്ള ഈ സമയത്തിലാണ്. എന്നിട്ട് പിന്നെ പറയുന്നത് എന്തുവാ? ബീയിങ് മെയ്ഡ് ഇൻ ദ ലൈക്ക്നെസ് ഓഫ് മാൻ. സോ ദൈവമായിരുന്നവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചില്ല. He took he emptied himself. He became a bond servant. പിന്നെ being made in the likeness of man. നമ്മളെ പോലെ നമ്മളിൽ ഒരുത്തനായി മാറി എന്ന് പറയുന്നത്. പിന്നെ being found in the appearance of a man. പിന്നെ പറയുന്നത് he humbled himself, becoming obedient to the point of death, even the death on the cross. So ഇതിനകത്ത് യേശുവിന്റെ കാര്യം നോക്കുക, രണ്ട് കാര്യങ്ങൾ എടുത്തു. Humbleness and obedience. That will take us a long way. ഹാർഡാണ്, ഒത്തിരി പാടുള്ള കാര്യമാണ്. കാരണം നമ്മളെ ഒരാൾ ഇത് ഹേർട്ട് ചെയ്താൽ, നമ്മളെ ഒരാൾ പുട്ട് ഡൗൺ ചെയ്താൽ, അല്ലെങ്കിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല, നമ്മളോട് പെരുമാറിയാലൊക്കെ ചിലപ്പോൾ ക്ഷമിക്കാൻ നമുക്ക് ഇച്ചിരി പ്രയാസമാണ്. എന്നിരുന്നാൽ പോലും നമുക്ക് തന്നിരിക്കുന്ന മാതൃക ക്രിസ്തുവിനെ നോക്കുവാനായിട്ടാണ്. കാരണം വേറൊരു പെർഫെക്റ്റ് ആളില്ല. ഇപ്പം ഒരു മനുഷ്യനും എന്നെ നോക്കുന്നു പറയാൻ കഴിയത്തില്ല. കാരണം നമ്മുടെ ജഡത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഓരോ നിമിഷവും കുറവുകളും തെറ്റുകളും കുറ്റങ്ങളും ഉണ്ട്. എന്നാൽ നമുക്ക് നോക്കാൻ തന്നിരിക്കുന്ന ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ ആ ദൈവമായിരുന്നവനെ താളരൂപമെടുത്ത് കടന്നു വരാമെങ്കിൽ ദൈവത്തിന്റെ ഹംബിൾനെസ്, ഒബീഡിയൻസ് ഒരു ദിവസമോ 2 ദിവസമോ ആയിരുന്നില്ല. ക്രൂശിലെ മരണത്തോളം അവന് ഒബീഡിയന്റ് ആയി നിന്നാണ് നാം ഈ ദൈവജനത്തെ വായിക്കുന്നത്. അതിനുശേഷം നമുക്ക് അതിന്റെ അടുത്ത ഇതിലേക്ക് കടന്നു പോകാം. അടുത്ത സ്ലൈഡിലേക്ക്. ബോണ്ട് സെർവന്റ്. ബോണ്ട് സെർവന്റ് എന്ന് ഞാൻ മലയാളത്തിൽ ബദ്ധദാസൻ, ബദ്ധ അടിമ, അങ്ങനെയൊക്കെ ബോണ്ട് സെർവന്റ് എന്നുള്ളൊരു മീനിങ് വരും. അതുപോലെ ഞാൻ ഇങ്ങനെ വേറെ ഒന്നിലും വായിച്ചപ്പോൾ ബോണ്ട് സെർവന്റ് എന്നൊക്കെ പറയുമ്പോൾ ഈ ബദ്ധ അടിമ, അടിമയിൽ തന്നെ എബ്രായ കാലത്തിൽ, പഴയ കാലഘട്ടത്തിൽ നമുക്ക് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ എല്ലാം അടിമകളെ ഇങ്ങനെ അടിമ മാർക്കറ്റുകളിൽ നിന്ന് വിലയ്ക്ക് വെക്കാനായിട്ട് കഴിയും. സോ അതിൽ ഏറ്റവും താഴെ അടിമയ്ക്ക് കൊടുക്കുന്ന ജോലിയാണ് കാല് കഴുകുന്നതൊക്കെ. കാരണം അതിൽ തന്നെ അവർക്ക് പല ഗ്രേഡുകളുണ്ട്. സോ നമ്മുടെ യേശുവിനെ ചിന്തിച്ചാൽ, യേശുവിൻ്റെ ഹംബിൾനെസ് ചിന്തിച്ചാൽ, യേശു ശിഷ്യന്മാരുടെ കാല് കഴുകി. അതിപരത്തിൽ അത്രയും താഴെ ഒരു അടിമയുടെ ലെവലിലേക്ക് എൻ്റെ യേശു കടന്നു വന്നെങ്കിൽ നമ്മൾ എത്രത്തോളം അതല്ലേ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കണം. ദൈവം നമ്മളോട് അതൊന്നും പറയുന്നില്ല. നമ്മളൊരു ചിന്തിച്ചാൽ നമ്മളാരും അങ്ങനെയൊന്നും ആരുടെ ഒരു അടിമയായിട്ട് നമ്മൾ ജീവിക്കുന്നില്ല. നമുക്ക് വേണ്ടുന്നതിനപ്പുറം ഒക്കെ ദൈവം തന്നിട്ടുണ്ട്. എന്നാൽ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഈ നല്ല ദൈവത്തെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കണം. ഈ അടിമയെ പറ്റി പറയുമ്പോൾ എനിക്കതിൻ്റെ എക്സോഡസ് 21:2-6 വരെ ഒന്ന് വായിക്കാം. പുറപ്പാട് 21:2. ഒരു എബ്രായദാസനെ വിലക്ക് വാങ്ങിയാൽ 6 സംവത്സരം സേവിച്ചിട്ട് 7-ാം സംവത്സരത്തിൽ അവന് ഒന്നും കൊടുക്കാതെ സ്വതന്ത്രനായി പോയിക്കൊള്ളട്ടെ. ഏകനായി വന്നുവെങ്കിൽ ഏകനായി പോകട്ടെ. അവന് ഭാര്യ ഉണ്ടായിരുന്നുവെങ്കിൽ ഭാര്യയും അവനോടുകൂടെ പോകട്ടെ. അവൻ്റെ യജമാനൻ അവന് ഭാര്യയെ കൊടുക്കുകയും അവൾ അവന് പുത്രന്മാരെയോ പുത്രിമാരെയോ പ്രസവിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാര്യയും മക്കളും യജമാനൻ ഇരിക്കണം. അവൻ ഏകനായി പോകണം. എന്നാൽ ദാസൻ, ഞാൻ എൻ്റെ യജമാനനെയും എൻ്റെ ഭാര്യയും മക്കളെയും സ്നേഹിക്കുന്നു, ഞാൻ സ്വതന്ത്രനായി പോവുകയില്ല എന്ന് തീർത്തു പറഞ്ഞാൽ യജമാനൻ അവനെ ദൈവസന്നിധിയിൽ കൂട്ടിക്കൊണ്ടു ചെന്ന് കതകിൻ്റെയോ കാലിൻ്റെയോ അടുക്കൽ നിർത്തിയിട്ട് സൂചി കൊണ്ട് അവൻ്റെ കാല് കുത്തി തുളയ്ക്കണം. പിന്നെ അവൻ എന്നേക്കും അവന് ദാസനായിരിക്കണം. സോ ഇതാണ് ബദ്ധ അടിമ, ബോണ്ട് സെർവന്റിനെ പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പഴയ നിയമത്തിൽ നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു അടിമകളെ വിലയ്ക്ക് വാങ്ങുവാനായിട്ട് കഴിയും. 6 വർഷം ഈ യജമാനന്റെ കൂടെ ഈ അടിമയ്ക്ക് നിന്നേ കഴിയത്തുള്ളൂ. എക്സെപ്ഷൻ ഇല്ല, കടന്നു പോകാൻ കഴിയത്തില്ല, കാരണം വിലയ്ക്ക് വാങ്ങുന്നതാണ്. എന്നാൽ ഈ 6 വർഷം കഴിയുമ്പോൾ 7-ാം വർഷത്തിൽ അവർക്ക് തിരിച്ചു പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു പോകാനുള്ള എല്ലാ അവകാശവും ആ സമയത്തുണ്ട്. ഒരു വൈഫിനെ കൊണ്ടുവന്ന വൈഫിനെ കൂട്ടിക്കൊണ്ടുപോകാൻ നമുക്ക് തിരിച്ചു പോകാനുള്ള അധികാരമുണ്ട്. എന്നാൽ 7-ാം വർഷത്തിൽ ഈ യജമാനൻ ചിന്തിക്കാം, ഞാൻ ഇനി ഈ യജമാനനെ എനിക്ക് ഇഷ്ടമാണ്, പ്രയാസമുണ്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും കഷ്ടപ്പാടുണ്ടെങ്കിലും സന്തോഷമല്ല ജീവിതം എപ്പോഴും. കാരണം അടിമയെന്ന് പറയുമ്പോൾ യജമാനയുടെ കൂടെ ഇരിക്കുന്ന ആളല്ല. പക്ഷെ ഈ അടിമ വിചാരിക്കുകയാണ്, എനിക്കിനി ഒരു ജീവിതം ഉണ്ടെങ്കിൽ
ഈ യജമാനന്റെ കൂടെ മാത്രം തീരുമാനിച്ചു കൊണ്ടുവന്നുള്ള പ്രോസസ്സാണ് നമ്മൾ പറഞ്ഞത്. കാൽക്കുലേറ്റ് കൊണ്ട് അതല്ല എൻ്റെ വിഷയം ഇവിടെ. സോ അങ്ങനെ ഒരു വ്യക്തിയാണ് ബോണ്ട് സെർവന്റ്. സോ ഇവിടെ നമുക്ക് അതിനകത്തെ ഫസ്റ്റ് പോയിന്റ് ഞാൻ എഴുതിയിരിക്കുന്നത് എന്തുവാ, ടോട്ടൽ കമ്മിറ്റ്മെന്റ് ആണ് അല്ലേ. someone who has given freedom but choose to stay as servant. എന്നിട്ട് ഇതിനകത്തെ ഗ്രീക്ക് വേർഡ് ഡൂനോസ്, നമുക്കത് അറിയാവുന്നതിന് ഞാൻ അത് പഠിപ്പിക്കാൻ കണ്ടിരിക്കുന്നത് വായിച്ചപ്പോൾ ഞാനത് എഴുതിയെന്ന് മാത്രം. സോ എ പേഴ്സൺ ഹു ഈസ് ഓൺഡ് ബൈ അനദർ പേഴ്സൺ, അതുകൊണ്ടാണല്ലോ അവരെ ഒരു അടിമ എന്ന് വിളിക്കുന്നത്. എന്നിട്ട് ആ അടിമ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ഈ അടിമയ്ക്ക് ഉണ്ടാകേണ്ടതായ ക്വാളിറ്റീസ്, ഹമ്പിൾ ആയിരിക്കണം, ഒബീഡിയൻ്റ് ആയിരിക്കണം. സോ അപ്പം ഈ പോകേണ്ട സമയത്ത് തീരുമാനിച്ചതാണ്, ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക, എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ ഞാൻ പിന്നൊരു മടങ്ങിപ്പോക്ക് ഈ ദാസനില്ല. അവിടെ ഒരു ചാൻസ് ഉണ്ടായിരുന്നു, 7 വർഷത്തിൽ 7ാമത്തെ വർഷം പോകാമായിരുന്നു. എന്നാൽ ഈ അടിമ ചിന്തിച്ചു, ഞാൻ ഒരാളുടെ അണ്ടറിലായാലും ഞാൻ യജമാനെ സ്നേഹിക്കുന്നു, ഞാൻ കൂടെ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയാണ് ഒരു ബോണ്ട് സെർവന്റ്. യേശുക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്നു. അതിന്റെ യേശുക്രിസ്തു കടന്നു വന്നപ്പോഴേ അറിയായിരുന്നു എങ്ങനെയാണ് ഈ മാനവജാതിക്ക് വേണ്ടി മരിക്കുവാനായിട്ട് പോകുന്നതെന്ന് നന്നായി അറിഞ്ഞിരുന്നു. ഈ വേദനയും ഭാരവും പ്രയാസവും ഒക്കെ മനസ്സിലാക്കിയിരുന്നു. എന്നിരുന്നാൽ പോലും നമ്മളെ വിടുവിപ്പാൻ വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. ദൈവമക്കളെ ആലോചിച്ച് നോക്കിക്കേ, ആർക്കത് ചെയ്യാൻ കഴിയും? ഇഞ്ചിഞ്ചായിട്ട് നമ്മുടെ പാപത്തിന് വേണ്ടി ഈ ഭൂമി വന്ന് മരിക്കുവാനായിട്ട് അതിനെ മരിക്കുക തന്നെയല്ല, ഈ 33.5 വർഷം ഈ ഭൂമി ജീവിച്ചു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതിൽ ഏറ്റവും നികൃഷ്ടമായത്, ഏറ്റവും താഴെ ഒരു സെർവന്റ് ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി പോലും ചെയ്യുവാൻ നമ്മുടെ കർത്താവ് മടിച്ചില്ല. ശിഷ്യന്മാരുടെ കാല് കഴുകി. അതേ മാതൃകയാണ് നമുക്ക് കാണിച്ചു തന്നിട്ട് പോയത്. ചെയ്യാത്ത കാര്യം നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. കർത്താവ് കാണിച്ചു തന്ന മാതൃക, അവന്റെ അനുസരണം, അവന്റെ ഒബീഡിയൻസ്, ഹംബിൾനെസ്, ഹല്ലേലൂയ, അത് മാത്രമാണ് ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നത്. ജനത്തിന് വചനം പറഞ്ഞ താഴ്മയുള്ളവർക്കാണ് സകലത് തക്ക സമയത്ത് ഉയർത്തുവാൻ അവന്റെ ബലമുള്ള കരങ്ങൾക്കുള്ളിൽ താണിരിപ്പാൻ എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത്. ദൈവ കരങ്ങളിൽ ഹല്ലേലൂയ നമുക്ക് നമ്മെ സമർപ്പിക്കാം. നമുക്കൊന്ന് ചിന്തിക്കാം, നാം ഏത് അവസ്ഥയിലായിരിക്കുന്നത് നമുക്കൊന്ന് ചിന്തിക്കാം. നാം ഇപ്പോഴും നമ്മൾ പലപ്പോഴും പാപം നമ്മളെ അനുമതത്തിലാക്കുവാനായിട്ട് എപ്പോഴും നോക്കും. പാപത്തിന്റെ ബോണ്ടേജിലെ ശത്രുവിന്റെ എപ്പോഴും ആഗ്രഹം നമ്മളെ പാപത്തിന്റെ അടിമയാക്കി ഒരിക്കലും ഒരു സാറ്റിസ്ഫാക്ഷൻ ജീവിതത്തിൽ കിട്ടാതെ വേണം ഹല്ലേലൂയ പലപ്പോഴും വേറൊരു എന്തോ പറയുന്നത് ഒരു ഡിപ്രഷനിലാക്കി, ഡൗൺ ആക്കി. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാൻ പറയാനായിട്ട് സാക്ഷ്യം പറയാൻ വന്നല്ലേ, എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന 2 വാക്ക് പറയുന്നു. ഒരു മർത്തോമാ കുടുംബത്തില് വളരെ ദൈവഭയമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു വളരാൻ ഭാഗ്യം കിട്ടി. ആ കാലം തൊട്ട് ദൈവവചനവും വായിക്കും, രാവിലെ വേണ്ടി കുടുംബ പ്രാർത്ഥനയൊക്കെ വളരെ ഇതായിട്ട് ഞങ്ങളുടെ ഭവനത്തിലുണ്ടായിരുന്നു. സോ ഈ ദൈവവചനങ്ങളൊക്കെയും ഞാൻ പല പ്രാവശ്യം സാക്ഷ്യത്തിൽ എനിക്ക് കാണാതെ സങ്കീർത്തനങ്ങൾ ഒത്തിരിയും കാണാതെ ഇപ്പോഴും അറിയാം, അനേക വചനങ്ങൾ അറിയാം. ഇതൊക്കെയും ബുദ്ധിയുടെ പ്രമാണത്തില്, ആത്മാവ് പ്രവർത്തിക്കാതെ ബുദ്ധിയുടെ പ്രമാണത്തിലെല്ലാം ഞാൻ കാണാതെ പഠിച്ചു വെച്ചു. അപ്പൊ അത് പള്ളിയിൽ പോകുന്നു, വളരെ പെർഫെക്റ്റ് ആയി എല്ലാ സൺഡേ ചെയ്തു. അപ്പൊ ഇതെല്ലാം ഞാൻ ചിന്തിച്ചത്, ഇങ്ങനെയുള്ള ഒരു പ്രക്രിയകളൊക്കെ ചെയ്തു പോയാൽ ഞാൻ ദൈവസന്നിധിയിൽ ഒരു നല്ല പൈതലായിരിക്കും. കാരണം പ്രവൃത്തികളിൽ കൂടി ഞാൻ നീതീകരിക്കുവാനായിട്ട് എന്നെ ഞാനൊരു നീതിയുള്ള വ്യക്തിയായി, ഒരു നല്ല വ്യക്തിയായിട്ട് അങ്ങനെ കാണാമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ ഈ കഷ്ടത്തിൽ കൂടെ, രോഗത്തിൽ കൂടെ കടന്നു പോയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ അതുവരെയും കണ്ടതും ഞാൻ അതുവരെ അനുഭവിച്ചതും ഒന്നുമല്ലെന്ന്. കാരണം ഒരു വചനം പോലും എന്നെ ധൈര്യപ്പെടുത്തിയില്ല. ഞാൻ ആ ഡൗൺ, ആ ഒരു ഡിപ്രഷൻ അവസ്ഥയിലേക്ക് കടന്നു പോയപ്പോൾ ചോദ്യങ്ങൾ മാത്രമാണ് ഞാൻ ദൈവത്തോട് ചോദിക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? എന്നിട്ട് ഞാൻ ദൈവത്തോട് ചോദിക്കുന്നത്, ഞാൻ എന്തോ തെറ്റാ ചെയ്തത്? അപ്പൊ അന്നേരം ഞാൻ ഒരു റൈറ്റ്യസ് പേഴ്സൺ ആയിട്ടാണ് ഞാൻ എന്നെ തന്നെ കാണുന്നത്. അപ്പൊ ഞാൻ തെറ്റെന്തുവാ ചെയ്തത്? എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എന്നോട് സംസാരിക്കണം? അങ്ങനെയാണ് ഞാൻ ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യങ്ങൾ. എന്നാൽ പിന്നീടാണ് എനിക്കിത് മനസ്സിലായത്. ഞാൻ പറഞ്ഞത് അനേക പ്രാർത്ഥനയാണ് ഹല്ലേലൂയ ഈ ദൈവസ്നേഹത്തെ യഥാർത്ഥമായിട്ട് രുചിച്ചറിയുവാനായിട്ട് ഇടയായിരുന്നു. അല്ലെങ്കിൽ ഇന്നും ഞാനൊരു ഹിപ്പോക്രറ്റിനെ പോലെ, ഞാൻ സത്യമാണ്, ആർക്കും ഉപദ്രവം ചെയ്യുന്നില്ല. ഞാനൊരു നല്ലൊരു വ്യക്തിയായിട്ട് എന്നെ തന്നെ ഒരു സെൽഫ് റൈറ്റ്യസ്നെസ്സില് എൻ്റെ ഒരു നീതിയോട് ഇങ്ങനെ ചെയ്താലേ ആ കർത്താവ് അനുഗ്രഹിക്കും. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പൊക്കോണ്ടിരുന്ന എനിക്ക് അതൊരു വലിയ ഐ ഓപ്പണിംഗ് ആയിപ്പോയി. ദൈവത്തിന്റെ വചനം അത് ജീവനും ചൈതന്യവും ഉള്ളതാണ്. ഇരുവായുധത്തിലൂടെ ഏത് വാളിനേക്കാളും മൂർച്ചയുള്ള വചനമാ. പ്രാണനെയും ആത്മാവിനെയും സന്ധിമഞ്ചകളെയും വേർപുഴുന്നരെ തുളച്ചിടുന്ന വചനമാ. ആ വചനങ്ങളൊക്കെയും
പിന്നെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നോട് സംസാരിക്കാനായിട്ട് തുടങ്ങി. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ ലോഗോസ് ആയിരുന്ന വചനം പ്രേമിയായിട്ട് എൻ്റെ ജീവിതത്തിൽ മാറിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ ധൈര്യം വരുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ തൊട്ട് ഹല്ലേലൂയ. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തൊക്കെയോ ഒരു എത്തേണ്ട ഇടങ്ങൾ ഇനിയുണ്ട്, എന്തൊക്കെയോ ഒരു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് എൻ്റെ ജീവിതത്തിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ദൈവസഭയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ സമയത്ത് ഒരു ദിവസം ദൈവത്തിന്റെ ശബ്ദം ഞാൻ കേൾക്കുകയാണ്, എൻ്റെ കൃപ നിനക്ക് മതി. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ ആദ്യം ദൈവത്തോട് ചോദിച്ചെങ്കിലും ഒരിക്കലും ഞാൻ ഓർത്തില്ല ദൈവ ശബ്ദം ഒന്നും ഇങ്ങനെ കേൾക്കുമെന്ന്. ഞാൻ വീണ്ടും കർത്താവിനോട് പ്രാർത്ഥിച്ചു. സെക്കൻഡ് ടൈമില് പിന്നെയും ഞാൻ ആ സൗണ്ട് കേട്ടപ്പോൾ പേടിച്ച് ദൈവത്തിന്റെ വചനം എടുത്തു. സൗണ്ട് രാത്രിയിലെ കേട്ടപ്പോഴേ വചനം എടുത്തപ്പോൾ ഞാൻ 2 കൊരിന്ത്യൻസിനെ എപ്പോഴും അണ്ടർലൈൻ ചെയ്തു വെച്ച ഭാഗം, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിലും. അന്ന് തൊട്ട് എനിക്ക് മനസ്സിലായി എൻ്റെ ദൈവമാണ് എന്നെ നടത്തുന്നത്. അതിനു മുമ്പ് ഞാൻ ചെയ്തത് ഹല്ലേലൂയ ബുദ്ധിയുടെ പ്രമാണത്തിലെ വാക്യങ്ങളൊക്കെ കുറെ കാണാതെ പഠിച്ചു വെച്ച് ഹല്ലേലൂയ ഞാൻ എന്നെ തന്നെ ഞാനൊരു പെർഫെക്റ്റ് പേഴ്സൺ ആയിട്ട് നടന്നു പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അവിടെ നിന്നും ഹല്ലേലൂയ വചനത്തെ പൂർണ്ണമായി ആശ്രയിപ്പാന്, ദൈവവചനത്തിൽ പൂർണ്ണ ആശ്രയം വെക്കുവാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു. ദൈവമക്കളെ, നമുക്ക് ഈ ഭൂമിയിൽ എന്തുണ്ടെങ്കിലും ദൈവവുമായിട്ട് അഭേദ്യ ബന്ധം നമുക്കില്ലെങ്കിൽ, ആ ഒരു റിയാലിറ്റി നമ്മൾ ശരിക്കും മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ ദൈവം നമുക്കൊരു ഫോറിൻ ഗോഡ് പോലെ എവിടെയെങ്കിലും ഇരിക്കുന്ന ഒരു വ്യക്തിയാകും. നമ്മുടെ ദൈവം നമ്മളോട് കൂടെ നടക്കുന്ന ദൈവമാണ്. കഷ്ടത്തിലും സന്തോഷത്തിലും പ്രയാസത്തിലും ദുഃഖത്തിലും എല്ലാം ഹല്ലേലൂയ നമ്മുടെ സന്തത സഹചാരിയായിട്ട് കൂടെ കടന്നു പോകുന്ന ദൈവമാണ്. 21 സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ ഹല്ലേലൂയ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. ഹല്ലേലൂയ. എന്തുകൊണ്ടാ? നീ എന്നോട് കൂടെ ഇരിക്കുന്നു. എന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നതാണ്. ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ ഈ ജീവനുള്ള വചനത്തെ നമുക്ക് മുറുകെ പിടിക്കാം. ഹല്ലേലൂയ. അതിന് നമുക്ക് ദൈവം പ്രത്യേക കൃപകളെ ഈ ദിവസങ്ങളിൽ തരട്ടെ. ഞാൻ പ്രാർത്ഥിക്കാം. എന്റെ ലാസ്റ്റ് സ്ലൈഡിലേക്ക് വന്നാല് നമുക്ക് ചിന്തിക്കാം, ഹൗ ക്യാൻ വി ഫെയ്ത്ത്ഫുള്ളി ഫോളോ ക്രൈസ്റ്റ്. 4 പോയിന്റ്സ്. ഹല്ലേലൂയ. ഇരുന്ന് ചിന്തിച്ച ഒത്തിരി പോയിന്റ്സ് കിട്ടും. എന്നാൽ എനിക്ക് ദൈവം തന്ന 4 പോയിന്റ്സ് ഞാൻ ഷെയർ ചെയ്യാം. ഒന്ന്, ഡിസിഷൻ. ഈ ഡിസിഷന് അബോണ്ട് സ്ലേവിന്റെ കൂട്ട്, അബോണ്ട് സെർവന്റിന്റെ കൂട്ട് അവരൊരു ഡിസിഷൻ എടുത്തു. 6 വർഷം ഹല്ലേലൂയ ഞാൻ യജമാനു വേണ്ടി വേണോ വേണ്ടായോ, ഹല്ലേലൂയ കൊള്ളാമോ, ഹല്ലേലൂയ ആ രീതി ജീവിച്ചതാണ്. ഹല്ലേലൂയ. 6 വർഷത്തിന് ശേഷം when he got a chance, he decided that I'm going to walk. Hallelujah, hallelujah, hallelujah. നമ്മുടെ എല്ലാ ജീവിതത്തിൽ ദൈവമക്കളെ, നമ്മുടെ എല്ലാ കാലാകാലങ്ങളിൽ നമ്മളെല്ലാം ക്രിസ്ത്യാനികളായിട്ട് ജനിച്ചതാണ്. എന്നാൽ നമുക്കെല്ലാം ഒരു പേഴ്സണൽ എൻകൗണ്ടർ, എനിക്ക് രോഗമാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പേഴ്സണൽ എൻകൗണ്ടർ ജീവിതത്തിൽ ഒരു മനുഷ്യന് വന്നില്ലെങ്കിൽ അവനൊരു പെർഫെക്റ്റ് ക്രിസ്ത്യൻ അല്ല. കാരണം എല്ലാവരുടെയും പുറകിന് പോകുക അവര്. എല്ലാവരും പോകുന്നതിനെ പോലെ എൻ്റെ പപ്പ ഒരു ആത്മീയ ശുശ്രൂഷൻ വർഷങ്ങളാണ്. എൻ്റെ പപ്പ രാവിലെ പറയും ഞാൻ ഇപ്പൊ എൻ്റെ പപ്പ അവിടുത്തെ വലിയ ആളാ, ഞാനും കൂട്ടത്തിൽ പോവാ. അവിടെ തന്നെ നിൽക്കും, ഇങ്ങനെ കൂടെ പറയുന്നത് പറയും. ഈ അവിടുത്തെ മാത്തമാരിലൊക്കെ എനിക്ക് കാണാൻ ഇപ്പോഴും എല്ലാം അറിയാം. കാരണം അന്ന് പഠിച്ച് പറഞ്ഞതാ. അപ്പൊ എന്റെ വിചാരം ആ രീതിയിലാണ് ബ്ലൈൻഡിനെ ഒരു ലൈഫായിരുന്നു ഞാൻ നയിച്ചുകൊണ്ടിരുന്നത്. സോ അതുകൊണ്ട് ദൈവമക്കളെ നമുക്ക് ചിന്തിക്കാം. ഹല്ലേലൂയ. എനിക്കറിയാം നമ്മുടെ എല്ലാവരും നമ്മുടെ ലൈഫ് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തതാണ്. ഹല്ലേലൂയ. നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നമുക്ക് നമ്മളെ പൂർണ്ണമായി ഡെഡിക്കേറ്റ് ചെയ്യാം. അബോണ്ട് സെർവന്റിനെ പോലെ എൻ്റെ ദൈവമേ നീ എനിക്ക് തരുന്ന ലൈഫ് ഹല്ലേലൂയ അത് എത്ര നാളുണ്ടോ അത് നിനക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന് നമുക്ക് പൂർണ്ണമായി സമർപ്പിക്കാം. പിന്നെ നമുക്ക് ടേൺ ബാക്ക് ഇല്ല നമുക്ക്. കാരണം ഇതാണ് ജീവന്, ഇതാണ് സത്യം, ഇതാണ് വെളിച്ചം. അത് മനസ്സിലാക്കിയാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത്. ഒരു ഡിസിഷൻ നമുക്ക് എടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഞാൻ വിശ്വസിക്കുന്നു നമ്മളെല്ലാവരും ആ ഡിസിഷൻ എടുത്തു കഴിഞ്ഞവരാ. ഈ ഡിസിഷൻ എടുത്തതുകൊണ്ട് മാത്രം കഴിയത്തില്ല. ഒരു ഡെഡിക്കേഷൻ നമ്മുടെ ലൈഫിൽ ഇല്ലാതെ ഡെഡിക്കേഷൻ വരുന്നത് ദൈവവചന ധ്യാനം, ഹല്ലേലൂയ, പ്രാർത്ഥന, ഹല്ലേലൂയ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലെ അതിൽ അനേകര് നമ്മൾ നോക്കുമ്പോഴേ നമ്മളെക്കാളും നമ്മൾ പ്രാർത്ഥിക്കാൻ സമയമെടുക്കുന്നു. ചർച്ചകളിൽ ഒന്നും ചെയ്യാത്ത അനേകർക്ക് ഒരു കുഴപ്പമില്ലാത്തവർ കാണും. എന്നാൽ അത് ദൈവം നമ്മളെ കണ്ടതാണ്. അതിൽ ആയതുകൊണ്ട് നാം അവനെ രക്ഷിതാവായി സ്വീകരിച്ചതാണ്. ആ ഡിസിഷൻ നമ്മൾ എടുത്തതായതുകൊണ്ട് ഒരു ഡെഡിക്കേറ്റഡ് ലൈഫ് നയിപ്പാന്, അല്ലെങ്കിൽ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ലൈഫ് നയിപ്പാന് നമ്മൾ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. അല്ലെങ്കിൽ ആ ഡെഡിക്കേറ്റഡ് ലൈഫ് നയിപ്പാന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ടോട്ടൽ കമ്മിറ്റ്മെന്റ് ആണ് നമുക്ക് വേണ്ടത്. അതിനു വേണ്ടിയിട്ട് ഹല്ലേലൂയ
എന്നിട്ട് അതിന്റെ അടുത്ത പോയിന്റ് പറയുന്നത് ഡിസിപ്ലിൻ. ഹല്ലേലൂയ. കാരണം എന്തുകൊണ്ടാ ഒരു ഡെഡിക്കേറ്റഡ് ലൈഫ് നയിച്ച് ഇപ്പൊ നമുക്കറിയാം, ഞാൻ അടുത്ത ആഴ്ച മരിച്ചു പോകാന്ന് ഞാൻ അറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ വളരെ പെർഫെക്റ്റ് ആയിട്ട് ജീവിച്ചേനെ. കാരണം എനിക്ക് നിത്യതയിൽ എത്താനൊക്കെ ആഗ്രഹമുണ്ട്, അത് സത്യമാണെന്നൊക്കെ എനിക്കറിയാം. അപ്പൊ എനിക്കൊരു ടൈം ഫ്രെയിം തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ വളരെ സൂക്ഷിച്ച് എന്റെ ലൈഫിനെ നയിച്ചേനെ. ആരെയും ഒന്നും പറയാതെ ഞാൻ എന്റെ കാര്യങ്ങളെല്ലാം കെയർഫുള്ളായി ദിവസത്തിന് ഒത്തിരി പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്ത് എങ്ങനെ നിത്യതയിൽ എത്തുവാനായിട്ട്. എന്നാൽ നമുക്കറിയത്തില്ല ഹല്ലേലൂയ എന്നാണ് ഒന്നിലെ അത് നമ്മുടെ മരണമാകാം, അല്ലെ കർത്താവിന്റെ വരവായിരിക്കാം. ഹല്ലേലൂയ എത്ര ദിവസം നമുക്ക് മുമ്പിലുണ്ടെന്ന് അറിയാത്തത് കൊണ്ട് ഹല്ലേലൂയ നമ്മുടെ ലൈഫിലെ ഡിസിപ്ലിന് വളരെ ആവശ്യമാണ്. ആ ഡിസിപ്ലിൻ നമുക്ക് മറ്റാരെയും കാണിപ്പാനല്ല, ദൈവവുമായിട്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്കൊരു കോളേജിലൊക്കെ കടന്നു പോകണമെങ്കിൽ ടൈമിലൊക്കെ നമുക്ക് എത്ര ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്തെങ്കിലേ നമുക്ക് ആ തക്ക സമയത്ത് നമുക്ക് ഗ്രാജുവേറ്റ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. ഞാൻ ഇതിൽ വായിച്ച സമയത്ത് ദേവദാസ് ഇപ്പൊ ഡോക്ടറേറ്റ് ഡിഗ്രി ഒക്കെ ചെയ്യുന്നല്ലോ, വളരെ ബിസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തില് ആ കോളേജിൽ കൊണ്ടുപോകണമെങ്കിൽ he took a decision that I wanted to do this. Hallelujah. ആ ഒരു പല ഉത്തരവാദിത്തങ്ങൾ ചെയ്യുമ്പോൾ I really appreciate him because ആ സമയം പല കാര്യങ്ങൾക്കുള്ളിലെ അതിന് സമയം കിട്ടുമ്പോൾ ആ ഒരു ഡിസിഷൻ എടുത്തിട്ട് കാര്യമുണ്ട്. എനിക്ക് PhD എടുക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിന് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് he has to dedicate his life. എത്ര ബിസി ആണെങ്കിലും he has to find time to do that. മൂന്നാമത്തെ നമ്മുടെ ഡിസിപ്ലിൻ. ഹല്ലേലൂയ. സമയത്ത് സബ്മിറ്റ് ചെയ്യേണ്ട അസൈൻമെന്റ് ചെയ്തില്ലെങ്കിൽ ഹല്ലേലൂയ എനിക്ക് വേറെ പല ഡിഗ്രി ഉണ്ട്, അല്ലെ എനിക്ക് ഒത്തിരി ഉത്തരവാദിത്തം ചർച്ചിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞാലേ പാസ്സാകാനായിട്ട് കഴിയത്തില്ല, അല്ലെ ആ ഒരു സബ്ജക്റ്റിന് മാർക്ക് ലഭിക്കാൻ കഴിയത്തില്ല. അതിന് ചെയ്യേണ്ട ഡിസിപ്ലിൻ തക്ക സമയത്ത് അതനുസരിച്ച് ഏർലി സബ്മിറ്റ് ചെയ്തേ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ അതിന് ഒരു റെക്കമെൻഡിനും നമ്മുടെ ഒരു ഫെയിലായ സബ്ജക്റ്റിന് ഇത് പിക്കപ്പ് ആകാനായിട്ട് പറ്റില്ല, വീണ്ടും അല്ലെ അത് പഠിച്ചെഴുതണം. സോ അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ദൈവമക്കളെ ഈ ഷോർട്ട് ലൈഫിലെ അത് എന്നറിയത്തില്ല ഒരുങ്ങിയിരിപ്പാൻ, ഡിസിപ്ലിൻഡ് ലൈഫ് നയിപ്പാൻ. ഒരിക്കലും ചിന്തിക്കല്ലേ ദൈവമക്കളെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ, ഞാൻ എന്നോട് പറഞ്ഞോട് ഞാൻ എന്നോട് കർത്താവ് ഇത് പറഞ്ഞത്. പക്ഷെ ഞാൻ എൻ്റെ കൂടെ ആരാധിക്കുന്ന എൻ്റെ സഹോദരങ്ങളോടും ചേർന്ന് നമുക്ക് ഒന്നു ചേർന്ന്, കാരണം ഈ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഒന്ന് ചേർന്ന് അത് ചെയ്യാം. നാലാമത്തെ പറഞ്ഞത് ഡിറ്റർമിനേഷൻ. അതൊരു വലിയ കാര്യമാണ്. ദേവദാസൻ ഡിറ്റർമിനേഷന് 2026 ഗ്രാജുവേറ്റ് 27 ഗ്രാജുവേറ്റ് ചെയ്യുന്ന പറഞ്ഞു. സോ അത് ഫോക്കസ് ചെയ്താണ് ദേവദാസൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ചർച്ചിലെ കാര്യങ്ങൾ നടത്തുന്നുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഫോക്കസ് ബിക്കോസ് ഹീസ് ഇൻ സ്കൂൾ എങ്ങനെയെങ്കിലും അത് ഗ്രാജുവേറ്റ് ചെയ്യും. ഒക്കെ സമയത്ത് എനിക്ക് നല്ല ഗ്രേഡോട് ഗ്രാജുവേറ്റ് ചെയ്യണം. നമ്മളെ പറ്റി എന്തുവാ കർത്താവിന്റെ വിളി. ഹല്ലേലൂയ. നമ്മുടെ ഡെസ്റ്റിനി ഇവിടെ കൊണ്ട് തീരുവാനല്ല. ലോകമക്കളായിരുന്നെങ്കിൽ എങ്ങനെയും അവരുടെ വിചാരം ഈ ലോകത്തിലുള്ള കാലം കൊണ്ട് അവരുടെ ആയുസ് തീരും, ഇവിടെ കൊണ്ട് തീർന്നു പിന്നെ ഒന്നുമില്ല, അല്ലെ പക്ഷിയായി പ്രാവായി പലതായിട്ട് കടന്നു വരുന്ന നമുക്ക് ദൈവവചനത്തിൽ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഈ ലോകത്തിന്, നമുക്ക് എന്തുവാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വ്യക്തമായ ആലോചന ദൈവത്തിന്റെ വചനത്തിൽ തരുന്നത് കൊണ്ട് ഭയഭക്തിയോടെ ദൈവത്തിന്റെ നാൾ നമ്മൾ ഭയഭക്തിയോടെ കർത്താവിനെ പേടിച്ചിരിക്കാൻ. ദൈവം സ്നേഹമാണ്, നമുക്കതറിയാം. ദൈവ സ്നേഹം വരുമ്പോഴേ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ദൈവമക്കളെ നമ്മൾ മറ്റുള്ളവർക്ക് എൻകറേജറായി തീരണം. ആ ദൈവത്തിന്റെ സ്നേഹം നമ്മൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നവരായി തീരണം. യൂണിറ്റി ഇൻ സ്പിരിറ്റ്. നമുക്ക് ഹല്ലേലൂയ നമ്മൾ പലപ്പോഴും പല ഇതിലും നമ്മൾ കാണുന്നുണ്ട് യൂണിറ്റി തമ്മിലുണ്ട്, ഭയങ്കര സ്നേഹമാണ്. നമ്മളിപ്പം എല്ലാ കാര്യങ്ങളും ചെയ്തറിയാന് അല്ലെ പിക്നിക്കിന് പോകാൻ വളരെ സന്തോഷമാണ്. പക്ഷേ നമുക്കൊരു സ്പിരിച്വലി ആ ഒരു യൂണിറ്റി നമുക്ക് വന്നെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ആകുവാനായിട്ട് ഇടയായിട്ടുള്ളൂ. എന്നാൽ മാത്രമേ ആ തലയെ ഉയർത്തുവാനായിട്ട് നമുക്ക് കഴിയത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. പിന്നെ നമ്മൾ പറഞ്ഞ കമ്പാഷന്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമുക്ക് ലഭിച്ചത് വെറുതെ കിട്ടിയത് ദൈവത്തിന്റെ സ്നേഹം നമ്മൾ കാശിനെ കൊടുത്ത് മേടിച്ചതല്ല, അത് നമ്മളോട് ദയ തോന്നി തന്നതാണ്. അത് മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കുന്നവരായി തീരണം. അല്ലെങ്കിൽ ഇതിനകത്തെ ഫിലിപ്പിയ ലേഖനം 3:20-21 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 3:20-21. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്നും കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്നും നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഹല്ലേലൂയ. അതാ നമ്മുടെ പ്രത്യാശ. നമുക്കാർക്കും നമ്മളാരും പെർഫെക്റ്റ് അല്ല, നമ്മൾ പെർഫെക്റ്റ് ആകാനും പോകുന്നില്ല. നമ്മൾ പിടിക്കാമല്ല പൗരസ്വത്തിൽ പിടിക്കാമെന്ന് ചോടുക എന്നുള്ളതല്ല. കാരണം നമ്മൾ ജഡത്തിൽ ജീവിക്കുമ്പോൾ ഈ ജഡത്തിന് എപ്പോഴും മണ്ണിനോടാണ് അഫെക്ഷൻ.
കാരണം നമ്മൾ ഈ മണ്ണിൽ എടുത്തിരിക്കുന്നതായതുകൊണ്ട്. സോ ഇത് നമുക്ക് ആ ഒരു ഡിസിപ്ലിൻ നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമുക്കൊരിക്കലും ഈ ജഡത്തിൻ്റെ വഴിയെ നമ്മളെ വലിച്ചു കൊണ്ടുപോകും. അത് ഒത്തിരി ഒരു വലിയ സബ്ജക്റ്റ് നമ്മളിലേക്ക് പോകാനുള്ള സമയമില്ല. നമ്മൾ എപ്പോഴും പറയുന്നത് ആത്മാവ്, ദേഹം, ദേഹി, ആത്മാവ്. സോ ഇതെന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി ഒത്തിരി ചിന്തിക്കാനും പഠിക്കാനുള്ള കാര്യമാണ്. നമ്മുടെ ജഡത്തെ നമ്മൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ ഇത് പിന്നെ കൺട്രോൾ ജഡമായിരിക്കും നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് ഓരോ ദിവസവും ഹല്ലേലൂയ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ദൈവം നമ്മെ ചേർക്കുവാൻ വരും. നമ്മുടെ പൗരത്വം ഇവിടെ ഉള്ളതല്ല. നമ്മുടെ പൗരത്വം നമ്മുടെ യേശു നമ്മളെ ചേർക്കുവാനായിട്ട് അവൻ മടങ്ങി. ഇന്ന് വരെ പറഞ്ഞ ഒരു വാഗ്ദത്തം പോലും മുടങ്ങിയില്ലെങ്കിൽ നമ്മുടെ കർത്താവ് നമ്മളോട് പറഞ്ഞ വാഗ്ദത്തം അത് ഒരു നാളും മുടങ്ങത്തില്ല. അവൻ നമ്മളെ ചേർക്കുവാനായിട്ട് വരുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി, അത് വലിയ ഒരു ദൈവമക്കൾ അതിരുന്ന് ചിന്തിച്ചാൽ അതുകൊണ്ട് ആ ശക്തി കൊണ്ടാണ് നമ്മുടെ താഴ്ചയുള്ള ഈ ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്ന ഒരു നാള് നമുക്ക് മുമ്പിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ ആരും നമ്മളെ തെറ്റിച്ച് കളയുവാനായിട്ട് ഇടയായിത്തീരരുത്. അല്ലെങ്കിൽ നമ്മുടെ ഈ വളരുന്ന ചർച്ചിൽ അല്ലെങ്കിൽ ആര് പുതിയതായിട്ട് ആര് കടന്നു വരട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഫോക്കസ് ഈ ക്രിസ്തു എന്ന തലയെ ഉയർത്തണം. അപ്പം നമ്മൾ മറ്റുള്ളവർക്ക് എൻകറേജറായി തീരുമ്പോൾ, മറ്റുള്ളവർക്ക് ഈ സ്നേഹം കാണിച്ചു കൊടുക്കുമ്പോൾ, നമുക്ക് ലഭിച്ച കമ്പാഷൻ മറ്റുള്ളവർക്ക് പകരുമ്പോൾ അനേകര് ഈ സത്യത്തിലേക്ക് കടന്നു വരുവാൻ ഈ സിറ്റിയിൽ നിന്നും അനേക ദൈവമക്കൾ ദൈവത്തെ അറിയുവാനായിട്ട് ഇടയായി തീരും. അല്ലെങ്കിൽ 4 പോയിന്റ്സ്: ഡിസിഷൻ, ഡെഡിക്കേഷൻ, ഡിസിപ്ലിൻ, ഡിറ്റർമിനേഷൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നമ്മൾ പറഞ്ഞില്ല, അവസാനം വരെ അല്ലെങ്കിൽ മരണം വരെ വിശ്വസ്തയോടെ ഇരുന്നാലേ ജീവകിരീടം ലഭിക്കാനായിട്ട് ഇടയായിത്തീരത്തുള്ളൂ. നമുക്കെല്ലാവർക്കും അത് പ്രാപിക്കാൻ തക്കവണ്ണം ഓടുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. വീണ്ടും ഈ സമയം ഒരുക്കി തന്ന ദൈവദാസനോട് ദൈവത്തോടെ നന്ദിയെ അറിയിക്കും. I have decided to follow Jesus. I have decided to follow Jesus. No turning back, no turning back, no turning back, no turning back. യേശുവിൻ പിൻപിൽ പോകാനുറച്ചു, യേശുവിൻ പിൻപിൽ പോകാനുറച്ചു, യേശുവിൻ പിൻപിൽ പോകാനുറച്ചു. പ്രൈസ് ഗോഡ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളരെ പ്രയോജനമുള്ള ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമ്മോട് വളരെ ശക്തമായി കർത്താവിന്റെ ദാസൻ നമ്മോട് സംസാരിച്ചു. ഞാൻ അതെല്ലാം ആവർത്തിക്കേണ്ടെന്ന് ആവശ്യമില്ല. 2-3 കാര്യങ്ങൾ പ്രത്യേകിച്ച് ലാസ്റ്റ് പറഞ്ഞ ആ വിഷയങ്ങളെല്ലാം നമ്മൾക്ക് ഡിസിപ്ലിനും ഡിറ്റർമിനേഷനും ഡെഡിക്കേഷനും അവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ആവശ്യമാണ്. പറഞ്ഞിട്ടുള്ള വിഷയങ്ങളെല്ലാം വളരെ നമ്മളെ ശക്തീകരിക്കുന്ന, നമ്മളെ ഉത്സാഹിപ്പിക്കുന്ന, ധൈര്യപ്പെടുത്തുന്ന വചനങ്ങളാണ്. നാം കർത്താവിനെ പിൻപറ്റുന്നത് ഒരു ഭാരമായിട്ടല്ല. ഒരു അടിമ ഒരു വീട്ടിൽ 7-ാമത്തെ വർഷം ഫ്രീ ആയിട്ട് പോകുവാൻ, സ്വതന്ത്രനായി പോകുവാനുള്ള അവസരം കൈ കിട്ടിയപ്പോഴും ഇല്ല, ഞാൻ പോകുന്നില്ല, ഞാൻ ഇവിടെയാണ് നിൽക്കുന്നത്, ഇതാണ് എൻ്റെ ഭവനം, ഇവിടെയാണ് എൻ്റെ സ്ഥാനം. കർത്താവിൻ്റെ രാജ്യത്തിൽ നാം കടന്നു വന്നത് ഒരു ഭാരമല്ല. ഒരിക്കലും ആത്മീയ ജീവിതം ഒരു ഭാരമുള്ള ജീവിതമല്ല, ഒരു സന്തോഷമുള്ള ജീവിതമാണ്. ദൈവകൃപയാൽ നിറയപ്പെടുന്ന ഒരു ജീവിതമാണ്. ദിനംതോറും ആനന്ദം നൽകുന്ന ഒരു ജീവിതമാണ്. കർത്താവിന് വേണ്ടി ചെയ്യുന്ന ഏത് നിസ്സാര കാര്യവും വളരെ പ്രയോജനവും വളരെ പ്രതിഫലവുമുള്ള ഒരു കാര്യമാണ്.
സന്തോഷത്തോടെ നാം ഈ ദൈവത്തിന്റെ പിന്നാലെ പോകുവാൻ ഉറച്ചു. ഇനിയും പുറകോട്ടൊരു പോക്കില്ല, ഞാൻ മുൻപോട്ട് പോകുകയാണ്. എന്റെ ലക്ഷ്യം യേശു ക്രിസ്തുവിന്റെ ക്രൂശാണ്. ആ ലക്ഷ്യത്തിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ ഇന്ന് പകൽക്കാലം നാം കേട്ട വചനത്തിന് മുൻപാകെ നമുക്ക് തന്നെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇപ്പോൾ പ്രിയാച്ചായൻ പ്രാർത്ഥിച്ച് നമ്മുടെ യോഗം അവസാനിക്കും. Hallelujah. Hallelujah. Thank you, Jesus. Praise you. Glory. Glory. Praise you, Jesus. Hallelujah. 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 Thank you, Jesus. Praise you. Amen. 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 Praise you, God. Praise you, God. Amen. Praise you, God. Hallelujah. Hallelujah. എല്ലാവരും കൂടി സൗഖ്യം കൊടുക്കുവാറേന്ന് രാജ്യത്തിന് വേണ്ടി പ്രാപിച്ചിട്ട് വേണ്ടി പ്രാർത്ഥന ജനങ്ങളെ കർത്താകണേന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പദവിയും കർത്താവ് എല്ലാ പദവികളും കർത്താവ് എല്ലാ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥന സഭയായിട്ട് കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കണേ, ഓരോരുത്തരും സഹായിക്കണേന്ന് പ്രാർത്ഥിക്കുന്നു. ചെറിയ സഭയിൽ ദേശത്ത് ആത്മാക്കളിലൂടെ കൂട്ടുകൊടുക്കണേന്ന് പ്രാർത്ഥിക്കുന്നു. വേണ്ടി സൂക്ഷിച്ചുള്ള വീണ്ടും ആരോഗ്യത്തിൽ വന്ന് കർത്താവിനെ അനുകരിക്കണേ, കുടുംബമായിട്ട് അനുകരിക്കണേ, ഞങ്ങളുടെ ചുറ്റോടുള്ള അയോധ്യകളെല്ലാം അനുകരിക്കണേന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി കാര്യങ്ങളെല്ലാം കൂടെ സഹായിക്കുന്നതിന് എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന. സ്കൂളിൽ പോകുമ്പോൾ എല്ലാവരെയും സൂക്ഷിച്ചുള്ള വേണ്ടി നൃത്തം തൊടാതെ കാത്തുള്ള വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനെയും കർത്താവെ കുടുംബമായിട്ട് പ്രാർത്ഥനയായിട്ടതായ യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെയാണ്. യഹോവയായ ദൈവം നമ്മെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തന്റെ തിരുമുഖം നമ്മുടെ മേൽ പ്രകാശിപ്പിച്ച് നമ്മോട് കൃപയുള്ളവൻ ആകുമാറാകട്ടെ. നമ്മുടെ മേൽ ഉയർത്തി നമുക്ക് നിത്യവും സമാധാനം നൽകുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും, പ്രത്യേകിച്ച് ഇന്ന് നമ്മോട് ദൈവവചനം സംസാരിച്ച ദൈവദാസിയോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. Praise God. Just wanted to say a few announcements, not a lot of announcements.